കേട്ടിരിക്കണം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നേരം എല്ലാവരും എല്ലാ കാര്യങ്ങളും ഞാൻ ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഓക്കെ. അതിനുശേഷം ഞാൻ പറഞ്ഞു ആരാണ് രസതന്ത്രത്തിന്റെ പിതാവ്. റോബർട്ട് ബോയിലാണ് രസതന്ത്രത്തിന്റെ പിതാവ്. മൂലകം എന്ന നാമം നൽകിയതും കെമിസ്ട്രിയെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രക്ഷിച്ചതും അവിശ്വാസിയായ രസതന്ത്രജ്ഞൻ എന്ന ഗ്രന്ഥം രചിച്ചതും ബോയിൽസ് നിയമം ആവിഷ്കരിച്ചതും റോബർട്ട് ബോയിൽ തന്നെയാണ്. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവാണ് ആന്റോയിൻ ലാവോസിയർ എന്ന് പറയുന്നത്. മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും തിരിച്ചു ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകി അളവ് തൂക്ക സമ്പ്രദായം ആരംഭിച്ചു. പിണ്ഡ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിൽ വധിക്കപ്പെട്ടു. രസതന്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നു. ജ്വലനത്തിൽ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തി. ശ്വസന സമയത്ത് സസ്യങ്ങൾ പുറന്തള്ളപ്പെടുന്ന ഓക്സിജൻ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുന്നു എന്ന് കണ്ടെത്തി. സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് ഇവയിൽ ഓക്സിജന്റെ സാന്നിധ്യം കണ്ടെത്തി. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവാണ് ആചാര്യ പി സി റേ. ബംഗാൾ ഫാർമസ്യൂട്ടിക്കലിന്റെ സ്ഥാപകനാണ് ആചാര്യ പി സി റേ. ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന ഗ്രന്ഥം രചിച്ചത് ഇയാളാണ്. ഒരു ബംഗാളി രസതന്ത്രജ്ഞന്റെ ജീവിതവും അനുഭവങ്ങളും എന്ന ആത്മകഥ. ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന മരുന്ന് കണ്ടെത്തി. ഇന്ത്യൻ രസതന്ത്രത്തിന്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ പിതാവാണ് ഫ്രെഡറിക് കൂളർ. ആദ്യ ഓർഗാനിക് സംയുക്തമാണ് യൂറിയ. അമോണിയം സയനൈറ്റ് ചൂടാക്കിയാണ് യൂറിയ നിർമ്മിച്ചത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു. ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ അല്ലാത്ത കുറേയേറെ പോയിന്റുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും. സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ്. കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ ആണ്. കത്തുന്നതിനെ നിയന്ത്രിക്കുന്നത് നൈട്രജൻ ആണ്. തടയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നീടാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ ആറ്റത്തിലേക്ക് കടന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാനപരമായ മൗലിക കണമാണ്, രാസപരമായ മൗലിക കണമാണ് ആറ്റം. ഭൗതികപരമായ കണിക തന്മാത്രയാണെന്നും തന്മാത്രകൾ നിർമ്മിച്ചത് ആറ്റം കൊണ്ടാണെന്നും ഞാൻ പഠിപ്പിച്ചു. ആറ്റമോസ് എന്ന ഗ്രീക്ക് നാമത്തിൽ നിന്നാണ് വരുന്നത്. അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ആറ്റം തിയറിയുടെ വക്താവ് ജോൺ ഡാൾട്ടൺ ആണെങ്കിലും ആറ്റം എന്ന നാമം നൽകിയത് ഓസ്റ്റുവാൾഡ് ആണ്. പരമാണു സിദ്ധാന്തം ആവിഷ്കരിച്ച ഭാരതീയനാണ് കണാദ മുനി. ആറ്റത്തിനെ അണു എന്ന് വിളിച്ചത് കണാദനാണ്. ക്ലാസിക്കൽ ആറ്റം തിയറിയുടെ ഉപജ്ഞാതാവ് കണാദ മുനിയാണ്. മോഡേൺ ആറ്റം തിയറിയുടെ ഉപജ്ഞാതാവ് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇവയിൽ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും എണ്ണം തുല്യമായതിനാൽ ആറ്റത്തിന് ചാർജ് ഇല്ല. ആറ്റം ചാർജ് ഉള്ളവയായി കാണപ്പെടുന്നത് പദാർത്ഥത്തിന്റെ 4ാമത്തെ അവസ്ഥയായ പ്ലാസ്മയിലാണ്. ആറ്റത്തിലെ അതിസൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന യൂണിറ്റിനെയാണ് നമ്മൾ മോൾ എന്ന് വിളിക്കുന്നത്. ഒരു മോൾ ഈസ് ഈക്വൽ ടു 6.022 × 10⁻23. ഇതാണ് അവഗാഡ്രോ നമ്പർ. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23. ആറ്റത്തിന്റെ ഭാരം അളക്കുന്ന യൂണിറ്റ് ആണ് AMU. AMU അറിയപ്പെടുന്ന യൂണിഫൈഡ് മാസ്. AMU = മാസ് ഓഫ് 1/12 ഓഫ് കാർബൺ പെർ ആറ്റം. പിന്നീട് നമ്മൾ ഓരോരോ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിൽ ആദ്യത്തെ കാര്യമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. മാസ് കേന്ദ്രീകരിച്ചത് ന്യൂക്ലിയസിലാണ്. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകളാണ് പ്രോട്ടോണും ന്യൂട്രോണും. അവയെ രണ്ടുപേരെയും ന്യൂക്ലിയോണുകൾ എന്നും അവയുടെ തുക മാസ് നമ്പർ എന്നും മാസ് നമ്പറിനെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ A എന്ന അക്ഷരം കൊണ്ടും സൂചിപ്പിക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞു ഒരാറ്റത്തിന്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ 10⁵5 ടൈംസ് അധികമാണ്. ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണികയാണ് ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ ഭാരം 1.674 × 10⁻27. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോൺ ഇല്ലാത്ത ഏക മൂലകം ഹൈഡ്രജൻ ആണ്. R1735 എന്നത് ഒരു മൂലകത്തെ പ്രതിനിധീകരിക്കുന്നു. ഇവയിലെ ന്യൂട്രോണുകളുടെ എണ്ണം 18 ആണ് എന്ന് ഞാൻ പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഒരു ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണികയാണ് പ്രോട്ടോൺ. പ്രോട്ടോണിന്റെ മാസ് 1.672 × 10⁻27. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റോമിക നമ്പർ എന്നാൽ പ്രോട്ടോണുകളുടെ എണ്ണം. ഒരു മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്നു. മൂലകങ്ങൾക്ക് ആറ്റോമിക നമ്പർ എന്ന കൺസെപ്റ്റ് കണ്ടെത്തിയത് ഹെൻറി മോസെലിയാണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെന്റ് ആണ്. ആറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം Z ആണ്. ഒരു മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്ന ആറ്റോമിക നമ്പറിനെ വിശേഷിപ്പിക്കാം. ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് വഴി പ്രോട്ടോണിന്റെയും ന്യൂക്ലിയസിന്റെയും സാന്നിധ്യം കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. കാഥോഡ് റേ കലം അത് നമ്മൾ വരുത്തിയിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു പ്രോട്ടോണിന്റെ ചാർജ് പ്ലസ് 1.602 × 10⁻19 കൂളമാണ്. ആറ്റത്തിലെ പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം 1836:1 ആണ്. ഇത്രയും പോയിന്റുകളല്ലേ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്? യെസ്. അപ്പൊ എല്ലാവർക്കും അത്രയും പോയിന്റുകൾ ഓർത്തെടുക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരും ഉണ്ടായവരും ഉണ്ടായിട്ട് കാര്യമില്ലാത്തവരും എല്ലാം ഇനിയുള്ള കുറച്ച് സമയങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കുക. മക്കൾ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ സാധനങ്ങളും എന്നെയും നിങ്ങളെയും ഞാൻ എഴുതുന്ന പെന്നും ഡെസ്കും ബെഞ്ചും ബോർഡും ഫാനും ഫ്ലാസ്കും ബാഗും ചെരുപ്പും കുപ്പിയും മൊബൈലും ഹെൽമറ്റും സാനിറ്റൈസറും എല്ലാം നിർമ്മിച്ച വിഭജിക്കാൻ കഴിയാത്തതായ അടിസ്ഥാനപരമായ മൗലിക കണമായ ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നും
അതിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ടെന്നും ഇലക്ട്രോണുകളെല്ലാം ഇങ്ങനെ കറങ്ങുന്നുവെന്നും നമ്മൾ പഠിച്ചു. ഇതാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആറ്റം എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് ആറ്റം എന്ന് പഠിച്ചു, എന്താണ് ന്യൂക്ലിയസ് എന്ന് പഠിച്ചു, എന്താണ് ന്യൂട്രോൺ എന്ന് പഠിച്ചു, എന്താണ് പ്രോട്ടോൺ എന്ന് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഒത്തിരി പ്രധാനപ്പെട്ട സെക്ഷനുകൾ വരുന്ന ശ്രദ്ധിക്കുക. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്ന ഐറ്റമാണ് ഇലക്ട്രോണുകൾ എന്നറിയപ്പെടുന്നത്. ഇലക്ട്രോൺ വളരെ പ്രാധാന്യം നിറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകളെല്ലാം നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണികയാണ് ഇത് ന്യൂട്രോൺ എന്നറിയപ്പെടുന്നത്. ശരിയല്ലേ? ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണിക ന്യൂട്രോൺ ആണ് എങ്കിൽ ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണിക ഇലക്ട്രോൺ ആണ് എന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദി ലൈറ്റസ്റ്റ് സബാറ്റോമിക് പാർട്ടിക്കിൾ. ഒരാറ്റത്തിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണികകൾ ഉണ്ട് എങ്കിൽ അവയിൽ ഏറ്റവും ഭാരം കുറവേതിന് എന്ന് ചോദിച്ചാൽ ഏറ്റവും ഭാരം കുറഞ്ഞ സാധനമാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും മക്കളെ, ഭാരം കുറഞ്ഞ ഒരു വസ്തുവിനെ മാത്രമേ ഫ്രീ ആയിട്ട് ചലിപ്പിക്കാൻ പറ്റും. ശരിയല്ലേ? നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മളെ ചിലപ്പം ബന്ധുക്കളും അച്ഛനും അമ്മയും ഒക്കെ എടുത്ത് ഇങ്ങനെ പൊക്കിയിട്ടുണ്ട്, കറക്കിയിട്ടൊക്കെ ഉണ്ട് വെറുതെ കൈയൊക്കെ പിടിച്ചിട്ട്. ശരിയല്ലേ? ഇന്ന് നിങ്ങൾ കെമിസ്ട്രിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മേ അല്ലെങ്കിൽ അച്ഛ ക്ലാസ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇവരാരെങ്കിലും ഒരാൾ എടുത്തിട്ട് ഒരു 5 പ്രാവശ്യം മുകളിലേക്ക് ഇടുകയോ ഒരു 4-5 തവണ കറക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. പണ്ടത്തെ ഭാരമല്ല ഇപ്പോഴത്തെ ഭാരം. അതിനർത്ഥം ഭാരം കുറഞ്ഞ ഒരു കണിക മാത്രമേ ഫ്രീ ആയിട്ട് ചലിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ശരിയല്ലേ? ഒരു ഫാനിന്റെ ലീഫിന് ഫാനിനേക്കാൾ ഭാരം കുറവാണ് അല്ലേ? നേരെ മറിച്ച് ഫാനിന്റെ ലീഫിനാണ് ഫാനിനേക്കാൾ ഭാരമെങ്കിലോ ഇത് ഇത്ര ഫ്രീ ആയിട്ട് കറങ്ങുവാം? ഇല്ല. അതായത് ആറ്റത്തിലെ ചലിക്കുന്ന കണിക എന്ന് വിശേഷിപ്പിക്കുന്ന സാധനമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണിക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർക്കുക, ഭാരം കുറഞ്ഞ ഒരു സാധനം മാത്രമേ ഫ്രീ ആയിട്ട് ചലിക്കുകയുള്ളൂ. ഭാരം കുറഞ്ഞ ഒരു ഐറ്റം മാത്രമേ ഫ്രീ ആയിട്ട് ചലിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. I repeat again. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണികയാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ ചലിക്കുന്ന കണികയാണ് ഇലക്ട്രോൺ. എങ്കിൽ വാട്ട് ഈസ് ദ മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ? ഒരു ഇലക്ട്രോണിന്റെ മാസ് എത്രയാണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? 9.1 into 10⁻³ വെരി ഗുഡ്. 9.1 into 10⁻³ kg. ഇലക്ട്രോണിന്റെ ഭാരം എത്രയാണെന്ന് ചോദിച്ചാൽ 9.1 into 10⁻³ kg. അടിസ്ഥാനപരമായ 3 കണികകളുടെയും ഭാരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും ഭാരം കൂടിയ ന്യൂട്രോണിന് 1.674, തൊട്ട് താഴെ പ്രോട്ടോൺ 1.672. അതിൽ നിന്ന് വളരെ വ്യത്യാസമായി 9.1 into 10⁻³ kg എന്നുള്ളത് ഇലക്ട്രോണിന്റെ ഭാരം. ക്ലിയർ? ആരാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്? KJ തോംസൺ. വെരി ഗുഡ്. നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ ഇതിൽ, ബാക്കി എല്ലാവരും പോയോ? ഇല്ല, ഉണ്ട്. ഓക്കെ. JJ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തിയ വ്യക്തിയാണ് JJ തോംസൺ എന്നറിയപ്പെടുന്നത്. ഓക്കെ ഇല്ല, പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. സെൽഫിയും ഹാജർ വെച്ചു. JJ തോംസൺ. ഓക്കെ. നേരത്തെ ആരോ കണ്ണനോ ആരോ ഹാജർ വെച്ചിട്ടുണ്ടായിരുന്നു. ശരി, ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, നമ്മളെയൊക്കെ ജനിപ്പിച്ചത് അച്ഛനും അമ്മയും ആണെങ്കിലും പേരിടാൻ നേരത്ത് ഓരോന്നിനും വരും. ശരിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണെങ്കിലും ആറ്റത്തിനെ ആറ്റമേ എന്ന് വിളിച്ചതാരോ? ഓസ്റ്റ്വാൾഡ്. വെരി ഗുഡ്. ആറ്റത്തിനെ ആറ്റമേ വിളിച്ചയാളാണ്. വെരി ഗുഡ്. ഓസ്റ്റ്വാൾഡ്. ക്ലിയർ അല്ലേ? ഓസ്റ്റ്വാൾഡ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറയുന്ന സാധനം JJ തോംസൺ ആണ് കണ്ടെത്തിയതെങ്കിലും ഇലക്ട്രോൺ എന്ന നാമം നൽകിയത് JJ തോംസൺ അല്ല. ഹു കോയിൻഡ് ദാറ്റ് ടേം ഇലക്ട്രോൺ ഫസ്റ്റ്? മെല്ലിക്കൺ. അല്ല മക്കളെ, അത് തന്നെ. ഇലക്ട്രോൺ എന്ന നാമം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയാണ് ജോൺ സ്റ്റോണി എന്നറിയപ്പെടുന്നത്.
ജോൺ സ്റ്റോൺ സ്റ്റോണി. ഇലക്ട്രോൺ എന്ന നാമം നൽകിയ വ്യക്തിയാണ് ജോൺ സ്റ്റോൺ സ്റ്റോണി. ഐ റിപ്പീറ്റ് അഗെയിൻ, ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണെങ്കിലും ഇലക്ട്രോൺ എന്ന നാമം നൽകിയത് ജോൺ സ്റ്റോൺ സ്റ്റോണിയാണ് എന്ന് മനസ്സിലാക്കുക. ജോൺ സ്റ്റോൺ സ്റ്റോണി. അങ്ങനെയെങ്കിൽ ഏതൊരു പദാർത്ഥത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു മൂലകത്തിന്റെയും ഏതൊരു പദാർത്ഥത്തിന്റെയും രാസപരമായ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഘടകം chemical property of an element or chemical property of a substances is determined by its electron. ഏതൊരു മൂലകത്തിന്റെയോ ഏതൊരു പദാർത്ഥത്തിന്റെയോ രാസപരമായ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഘടകം ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇലക്ട്രോണുകളാണ് എന്നാണ് സാറ് പറഞ്ഞത്. എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം? എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു പോയിന്റ് പറയില്ല. ഇലക്ട്രോണിലെ ഷെയറിംഗ് നടക്കുന്ന ബോണ്ടിങ്ങില്. മൈക്ക് മ്യൂട്ടാണ്. ഇല്ല സാർ. സ്ക്രീൻ ഹലോ, ഞാൻ തൊട്ടിട്ടും കൂടി ഇല്ലടോ സ്ക്രീൻ. എങ്ങനെ മ്യൂട്ടായി തന്നെ? ചാർജ് കുറവാണോ? ഒരു നിമിഷം. യെസ്, ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഓക്കെ സാർ. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടോ മക്കളെ? ഇവിടെ ഇതിൽ കുറെ ഈ ഒരു വാക്കിൽ കുറെ അർത്ഥങ്ങളുണ്ട്. നിങ്ങൾക്ക് ബേസിക്കലി അറിയുന്ന ഒരു അർത്ഥത്തിൽ നിന്ന് നമുക്ക് ആദ്യം തുടങ്ങാം. അതായത് പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന സാധനമുണ്ട്. ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ 2 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് തിരിക്കുന്നത്. ശരിയല്ലേ? ഒന്ന് ലോഹമെന്നും മറ്റേത് അലോഹമെന്നും. ഞാൻ ചോദിക്കട്ടെ, ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് ഈ സാധനം. നമ്മൾ ലോഹത്തെ പഠിക്കും, പക്ഷെ എങ്കിലും ബേസിക് ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ സൽഫിയ, വെരി ഗുഡ്. എന്താണ് ലോഹങ്ങൾ കാണിക്കുന്ന പൊതു സ്വഭാവം? ലോഹങ്ങൾക്കെല്ലാം കണ്ടക്ഷൻ. വെരി ഗുഡ് അമൃത, സൽഫിയ, വെരി ഗുഡ് കാർത്തിക, വെരി ഗുഡ്. ചാലകങ്ങളാണ് എന്ന് പറഞ്ഞു. പക്ഷേ ചാലക സ്വഭാവം കുറഞ്ഞ ലോഹങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ക്ലിയർ? ചാലക സ്വഭാവം കുറഞ്ഞ ലോഹങ്ങളും ഉണ്ട് പ്രപഞ്ചത്തിൽ. എന്നാൽ നമ്മൾ മെൽറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മെൽറ്റിംഗ് കൂടിയതും കുറവും. പക്ഷെ ഇവിടെ ലോഹത്തിനും അലോഹത്തിനുമുള്ള മെയിൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 2 സാധനങ്ങളാണ്. ലോഹങ്ങളെല്ലാം ഇലക്ട്രോ പോസിറ്റിവിറ്റി കാണിക്കുന്നവയാണ്. ഏത് ലോഹം ആയിക്കോട്ടെ കേട്ടോ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇത്. ഇപ്പം വേറെ ഒന്നും വേണ്ട, ഇപ്പൊ ഒന്ന് കേട്ടിരുന്നാൽ മതി. ഇലക്ട്രോ പോസിറ്റിവിറ്റി കാണിക്കുന്നവയാണ് ലോഹങ്ങൾ. എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി? എനിക്ക് തോന്നുന്നു അമൃത എങ്ങാനും ആദ്യം ടൈപ്പ് ചെയ്ത് അയച്ചിരുന്നു. എന്താ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതാണോ സ്വീകരിക്കുന്നതാണോ പോസിറ്റിവിറ്റി? ഡൊണേറ്റ് ചെയ്യുന്നത്. വെരി ഗുഡ്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ആലോചിച്ചാൽ മതി, ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രവൃത്തിയാണ്. ശരിയല്ലേ? നമ്മൾ അങ്ങനെയാണ് പണ്ട് മുതലേ പറയുന്നത്. എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. ആ ഒറ്റ കൺസെപ്റ്റ് മതി. ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുന്ന സാധനമാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്നറിയപ്പെടുന്നത്. ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന സംഭവമാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. എന്നാൽ അലോഹങ്ങൾ കാണിക്കുന്ന പൊതു സ്വഭാവം ഏത് എന്ന് ചോദിച്ചാൽ അതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കാം ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജ്. വെരി ഗുഡ്. അത് നമുക്ക് വലിയ ഫുള്ള് ഡീറ്റെയിൽസ് ഇപ്പം വേണ്ട, അത് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട് കേട്ടോ. ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത്
പോസിറ്റീവ് ചാർജുകളായുള്ള അയോണുകളായി മാറാനുള്ള കഴിവ് എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കുന്നുവെന്നും ഏറ്റവും കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവായ സ്ഥിരതയില്ലതും സ്ഥിരതയില്ലാത്തതുമായ മൂലകങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നമുക്ക് അതിൻ്റെതായ ഓർഡറിൽ പോവാം. ഇപ്പൊ കേട്ടിരിക്കാം. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് പോസിറ്റിവിറ്റി, സ്വീകരിക്കുന്നത് നെഗറ്റിവിറ്റി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുമ്പോൾ ലോഹ സ്വഭാവവും ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ അലോഹ സ്വഭാവവും കാണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു, ദീസ് ആർ എൻറ്റയർലി ഡിഫറൻസ്. ശരിയല്ലേ? ലോഹവും അലോഹവും തമ്മിൽ വളരെ 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 വ്യത്യാസമുണ്ട്. കാരണം അത് ആ ഒരു പദാർത്ഥത്തിന്റെ സ്വഭാവത്തെ നിർണയിക്കുന്നത് ഈ ഇലക്ട്രോണുകളാണ്. ഒന്ന് അങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ പണ്ട് മുതലേ സ്കൂളിൽ പഠിക്കുമ്പോൾ മുതല് അതിലേക്ക് വരാം മക്കളെ, ഡ്യുവൽ നേച്ചറിലേക്ക് നമുക്ക് വരാം. അതിലേക്ക് വരാം. അതിപ്പോ പറയാനുണ്ട് എനിക്ക്. പണ്ട് മുതലേ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തോ 8 അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, 8 എന്തോ 8 ആവണമെന്നോ, എന്തെണ്ണം ആവണം? ന്യൂക്ലിയസോ അല്ല, 8 ഇലക്ട്രോണുകൾ. അപ്പോഴാണ് ഒക്ടറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ 8 എണ്ണം പൂർത്തിയാകുമ്പോഴാണ് അഷ്ടകം. വെരി ഗുഡ് ഷാജി, വെരി ഗുഡ് ഷാജി ദീപ. ഓക്കെ. അപ്പൊ ഈ 8 എണ്ണം പൂർത്തിയാകുമ്പോഴാണ് അവര് സ്റ്റേബിൾ ആവുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ മെയിൻ ആയിട്ട് ഇലക്ട്രോണുകളാണ് പങ്കുവെക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാം, ഏതൊരു പദാർത്ഥത്തിന്റെയും അല്ലെങ്കിൽ മൂലകത്തിന്റെയും രാസപരമായ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇലക്ട്രോണുകൾ തന്നെയാണ്. ക്ലിയർ അല്ലേ? ഐ റിപ്പീറ്റ് മൈ പോയിന്റ് വൺസ് അഗൈൻ. ഏറ്റവും ഭാരം കുറഞ്ഞ കണികയാണ് ഇലക്ട്രോൺ. ആറ്റത്തിലെ ചലിക്കുന്ന കണികയാണ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ഭാരം 9.1 × 10⁻³ kg. ഇലക്ട്രോണിന്റെ കണ്ടെത്തിയത് J.J. തോംസൺ, ആ പേര് നൽകിയത് ജോൺ സ്റ്റോണി. ഏതൊരു പദാർത്ഥത്തിന്റെയും രാസപരമായ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ഇലക്ട്രോൺ. ഇത്രയും പോയിന്റ് ഓക്കെ ആണോ? അമൃത, യെസ്. മോനിഷ, ദേവിക, അഞ്ജന പോയി കഴിയുന്ന പോയി, കുറെ പേര് വന്നു. രജിത്ര, ആതിര, അമൃത, യെസ്. ശാരിക, മിഷ, നിങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓക്കെ, നല്ല വിദ്യാർത്ഥികളാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്, സത്യമായിട്ട്. കാരണം ഇങ്ങനെ റിപ്ലൈ വരുന്നത് കൊണ്ട് തന്നെ ഒരു റിപ്ലൈ ഇല്ലാത്ത ക്ലാസ് കയറിയിട്ട് നിങ്ങളെ നന്നായിട്ട് ഞാൻ പൊക്കി പറഞ്ഞിരുന്നു. അനസ്, തീർച്ചയായും. ഓക്കെ, നിങ്ങളെ നന്നായിട്ട് മേസ് സാറ് പറഞ്ഞു. സാർ മേസ് സാർ അല്ല, രഞ്ജിത്ത് സാർ ആയിരിക്കും അല്ലേ? ശരി 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 ശരി, രഞ്ജിത്ത് സാർ. ഓക്കെ, രഞ്ജിത്ത് സാറിന്റെ എന്റെ സുഹൃത്താണ്. അദ്ദേഹത്തെ ഞാനാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. യെസ്, നമ്മൾ സംസാരിക്കാറുണ്ട് നിങ്ങളെ കുറിച്ച്. ഓക്കെ, കാരണം ഞങ്ങൾ മനുഷ്യ ജന്മങ്ങളാണ് ഈ പഠിപ്പിക്കുന്നവരൊക്കെ. ചില ക്ലാസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ നേരത്തെ ഒരു എക്സാമ്പിൾ, എനിക്ക് സത്യം പറഞ്ഞ ചിരി വന്ന ഒരു എക്സാമ്പിളാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈക്ക് മ്യൂട്ടായി. നിങ്ങൾ അപ്പൊ തന്നെ മൈക്ക് മ്യൂട്ടായി എന്ന് എല്ലാവരും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ആയിരുന്നു, എന്റെ മൈക്ക് മ്യൂട്ടായിട്ട് പോലും അവർ പറഞ്ഞിട്ടില്ല. കുറെ നേരമായി മൈക്ക് മ്യൂട്ടായിക്കൊണ്ടിരിക്കുക. എന്നാൽ ഏതെങ്കിലും ഒരുത്തൻ മൈക്ക് മ്യൂട്ടായി എന്നൊന്ന് പറയണ്ടേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഒരുത്തൻ. അതുകൊണ്ട് കുറെ നേരം ഇങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പിള്ളേര് കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്നും വ്യത്യസ്തമാണ് നിങ്ങൾ പറയാറുണ്ട്. അത് കാത്തു സൂക്ഷിക്കാൻ നോക്കുക എല്ലാ ക്ലാസ്സിലും. ശരി, അപ്പൊ ഏതൊരു പദാർത്ഥത്തിന്റെ രാസപരമായ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. ബോർഡ് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പകുതിയെ കാണുന്നുള്ളൂ. എന്റെ ബോർഡോടോ? ഓ, ഞാൻ പകുതി എഴുതിയിട്ടുള്ളൂ. ഇവിടെയാണോ കാണാത്തത്? ഇപ്പഴത്തെ സൈഡ് കാണാം. അതെന്റെ ഇങ്ങനെ മാഞ്ഞു പോയതാവും. ഞാൻ അതൊക്കെ നോക്കല്ലേ. ഏതൊരു പദാർത്ഥത്തിന്റെ ഒക്കെ ഇവിടെ ഉണ്ട്, ഈ പുറകിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ചാരി നിന്നതുകൊണ്ട് മാഞ്ഞു പോയതാണ്, ക്ഷമിക്കുക. ഓക്കെ, ശ്രമിക്കാം. ഓക്കെ, ഇവിടെ എഴുതിയ കാണുമല്ലോ, കാണാം. ഓക്കെ ഓക്കെ, തൈവ, യെസ്, കാണാം. ശരി ശരി. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാലോ നിങ്ങൾക്ക് എന്നെ വേറെ എന്തെങ്കിലും ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോ വലിയ ഞാനിങ്ങനെ എന്റെ കൈയൊക്കെ ഉണ്ടെങ്കിൽ വെളുത്തിട്ട് നമ്മുടെ ഈ ദൈവങ്ങളുടെ ഒക്കെ ചിത്രത്തെ കാണാറില്ല, പുറകിലൊരു വലിയ വെളിച്ചം കൂടുതൽ, അതുപോലെയൊക്കെ തോന്നും. അതുകൊണ്ടാണ് ഇത് ഓഫ് ആക്കിയിരിക്കുന്നത്. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ശരി, അപ്പൊ ഏതൊരു പദാർത്ഥത്തിന്റെയും രാസപരമായ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ഘടകമാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ പണ്ട് മുതലേ പഠിച്ചൊരു സാധനമുണ്ട്,
പ്രകാശം സഞ്ചരിക്കുന്നത് നേർരേഖയിലാണ്. കുഞ്ഞെ, ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? യെസ്, പ്രകാശം സഞ്ചരിക്കുന്നത് റൈറ്റ് ഓക്കെ, ശരിയാണ്. യെസ്, ഒരു സംശയമില്ല. വാട്ട് ഈസ് ദി വേവ് നേച്ചർ ഓഫ് ലൈറ്റ്? എന്താണ് പ്രകാശത്തിന്റെ വേവ് തിയറി പറയുന്നത്? പ്രകാശം ഒരു വേവ് പോലെ സഞ്ചരിക്കുന്നു. ഞാൻ അതിലേക്കൊന്നും നിങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഞാൻ ബേസിക് ആയ ഒരു കൺസെപ്റ്റ് പറയാം. മക്കളെ, ഒരു കസേര കളിയിൽ നടുക്കുള്ള കസേരയെ ചുറ്റി, വെരി ഗുഡ്, അതിലേക്കൊക്കെ വരുന്നുണ്ട് സഫിയ, അതിലേക്ക്. നടുക്കുള്ള ഒരു കസേരയെ ചുറ്റി നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കറങ്ങുന്ന ഇലക്ട്രോണുകളെല്ലാം ഒരു സിംഗിൾ ലൈനിലൂടെ ഇങ്ങനെ വെറുതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വികാരവും ഇല്ലാതെ കറങ്ങുകയല്ല. ഇവ ഇങ്ങനെ ഒരു വേവ് പോലെ ഇങ്ങനെ അലയടിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതായത് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന് പാർട്ടിക്കിൾ നേച്ചർ ആണ് എന്ന് പറയാം, ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന് വേവ് നേച്ചർ ആണ് എന്നും പറയാം. ഇങ്ങനെ രണ്ട് സ്വഭാവങ്ങൾ ഉള്ളതിനാൽ വെരി ഗുഡ് ഇതിനെ ഡ്യുവൽ നേച്ചർ എന്നോ അല്ലെങ്കിൽ ദ്വൈത സ്വഭാവം എന്നോ വിശേഷിപ്പിക്കാം. കുഞ്ഞെ, ബോർഡ് ക്ലിയർ ആവുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. ദ്വൈത സ്വഭാവം അഥവാ ഡ്യുവൽ നാച്ചർ എന്ന് മനസ്സിലാക്കാം. അപ്പൊ നിങ്ങൾ ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിലൊന്നും വേണ്ട, ഇപ്പൊ ഇങ്ങനെ ഓർക്കുക. ഡ്യുവൽ നാച്ചർ ആവിഷ്കരിച്ചത് ആര്? അതായിരിക്കാം ഡ്യുവൽ. വെരി ഗുഡ്. ലൂയിസ് ഡി ബ്രോഗ്ലി. ഡ്യുവൽ നാച്ചർ ആവിഷ്കരിച്ചത് ഡ്യുവൽ ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഡ്യുവൽ നാച്ചർ ആവിഷ്കരിച്ചത് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ഡ്യുവൽ ഡി ബ്രോഗ്ലി. അങ്ങനെയെങ്കിൽ ഇത് പഠിപ്പിക്കുന്ന അധ്യാപകൻ നിർബന്ധമായും നിങ്ങളോട് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട്. അനിശ്ചിത തത്വം അഥവാ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരൊക്കെ എന്നെ രാഗമുണ്ടാവും തലയിൽ കൈവച്ച്. ദയവ് ചെയ്ത് ആ കൈകളൊക്കെ എടുത്ത് മാറ്റുക. താടിക്ക് കൈ കൊടുത്തിരിക്കുന്നവരും ഇങ്ങനെ ഇരിക്കുന്നവരും ആ കൈ എടുത്ത് മാറ്റുക. ഇതിലൊന്നും ഒരു കൺസെപ്റ്റ് വളരെ സിമ്പിളായ കൺസെപ്റ്റാണ്, ബുദ്ധിമുട്ടായ ഒന്നുമല്ല ഞാൻ പറയുന്നത്. അനിശ്ചിത തത്വം അഥവാ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. വെരി ഗുഡ് രാഗി, വെരി ഗുഡ്. ആരാണ് അനിശ്ചിത തത്വം ആവിഷ്കരിച്ചത്? അതാണ് ഹെയ്സൻബർഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അപ്പൊ നോക്കൂ ഹമീസ്, വെരി ഗുഡ് ഹെയ്സൻബർഗ്. എന്താണ് യഥാർത്ഥത്തിൽ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു PG ക്ലാസ്സിൽ ഇരിക്കുന്നവരോ PhD എടുക്കുന്നവരോ എന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഓക്കെ ഷൈജു വെരി ഗുഡ്, ഇയാൾ പറയുന്നത് സാധാരണക്കാരന്റെ അതായത് സാധാ ഒരു കൺസെപ്റ്റ് അല്ല, വളരെ ബേസാണ്, അങ്ങനെ ചിന്തിക്കരുത്. കാരണം സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് ഇത് ആദ്യം കത്തണം. എന്താണ് അനിശ്ചിത തത്വം അഥവാ അൺസർട്ടനിറ്റി? ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം, നോക്കണം. വെരി ഗുഡ്. നോക്കൂ, ഞാനിത് വേറൊരു അർത്ഥത്തിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മക്കളെ, എന്റെ കയ്യിൽ ഒരു പെന്നുണ്ട്. നോക്കാൻ പറഞ്ഞത് പെന്നുണ്ട്. ഞാൻ പറയുന്ന സമയത്ത്, ഞാൻ 3 വരെ എണ്ണുന്ന സമയത്ത് ഈ പെന്നിന്റെ പൊസിഷൻ എവിടെയാണ് എന്ന് നിങ്ങൾ പറയണം. നോക്കൂ, 1 2 3. ഒന്നുകൂടെ പറയാം, എല്ലാവരും സ്ക്രീനിൽ ഒന്ന് കൈതൊട്ടോ. 1 2 3. നിങ്ങൾ എവിടെ നിന്ന് കണ്ടു എന്റെ പെന്ന്? ചിലര് ഈ ഒരു ഭാഗത്ത് നിന്നാണ് 3 കണ്ടത്, ചിലർ ഇവിടുന്നാണ് 3 കണ്ടത്, ചിലർ ഇവിടുന്ന് 3 കണ്ടു, ചിലർ ഇവിടുന്ന് 3 കണ്ടു, ചിലർ പെണ്ണേ കണ്ടിട്ടില്ല. അർത്ഥം, ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന്റെ പൊസിഷൻ എപ്പോഴും അല്ലെങ്കിൽ മൊമെന്റം എപ്പോഴും അക്വറേറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിലൊരു തെറ്റ്, ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകാം, ഒരു അനിശ്ചിത തത്വം ഉണ്ടാവാം. ദിസ് ഈസ് സിംപ്ലി അനിശ്ചിത തത്വം. ഞാൻ പറഞ്ഞത് വലിയ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സാധനമല്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിന് നോക്കി നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ടാവും, വെള്ളക്കാർ ഫസ്റ്റ്, അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പിടിക്കുന്നതൊക്കെ ഒന്നുമില്ലേ? അപ്പൊ അതൊക്കെ കാസർഗോഡ് ഭാഗത്ത് മാത്രമാണോ ഈശ്വര? ഉണ്ട്.
വെരി ഗുഡ് ഷാജി. ആ പ്രിയ. അപ്പൊ എല്ലായിടത്തും ഇതുപോലെ ദാരിദ്ര്യം തന്നെയാണല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ. എന്തൊക്കെ വിശ്വാസമായിരുന്നു. വെള്ളക്കാർ കണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് എന്തിനോ കാണും ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അന്ന് സന്തോഷം കിട്ടും, എണ്ണപ്പലഹാരം കിട്ടും, ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് എത്ര കാറുകൾക്കാണ്. അപ്പോ ഒരു കൂട്ടത്തിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അതാ കാർ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഒരേ പൊസിഷനിലായിരിക്കും അത് കാണും. ഒരിക്കലും നമ്മൾ ഓരോരാളും ഈ ചലിക്കുന്ന വസ്തുവിന്റെ പൊസിഷൻ മിഠായി കിട്ടും. ആര്യമൊക്കെ വേണ്ടി തുടങ്ങി മിഠായി കിട്ടും. ശരിയാണോ ആര്യ? നമ്മുടെയൊക്കെ ബാല്യം അങ്ങനെ എത്ര എന്തൊക്കെ കള്ളത്തരങ്ങൾ കൊണ്ട് പറ്റിച്ചു വരാം. ശരി, തിരിച്ചു വരാം. അപ്പോ അല്ല, ഞാനിപ്പോ എന്താ പറഞ്ഞത്? നമ്മളിപ്പോ എന്തിനെ കുറിച്ചാ പറയുന്നത്? ഒന്നും വേണ്ട, അനിശ്ചിതത്വം. അതാണ്. യെസ്, അനിശ്ചിതത്വം അഥവാ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആവിഷ്കരിച്ചത് ആര്? അത് യഥാർത്ഥത്തിൽ ഹെയ്സൻബർഗ് ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന്, ഡിവൽ നാച്ചർ അഥവാ ദ്വൈത സ്വഭാവം ആവിഷ്കരിച്ചത് ഡി ബ്രോഗ്ലി ആണെന്നും അനിശ്ചിത തത്വം ആവിഷ്കരിച്ചത് ഹെയ്സൻബർഗ് ആണെന്നും ഇത് രണ്ടും ക്ലിയർ ആയോ? യെസ്, ഞാൻ പറഞ്ഞു വലിയ പോയിന്റ് ഓഫ് വ്യൂയിലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട തൽക്കാലം. ഇത് രണ്ട് ഇത്രയൊക്കെ അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ? ശ്യാമലി, അശ്വതി, രാഖി, വെരി ഗുഡ്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് വിശേഷിപ്പിക്കുന്നില്ല, കാണാം. കുറെ മൈനസ് മുമ്പിൽ മൈനസ് ഉണ്ടോ? യെസ്, ദാറ്റ് ഈസ് -1.602 × 10⁻⁻⁻⁹ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി വ്യക്തമായി പറഞ്ഞു തന്നു, ഒരു പ്രോട്ടോണിന്റെ ചാർജ് എന്നാൽ 1.602 × 10⁻⁻⁹ ആണ്. ഓക്കെ അഞ്ജന, ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ ഇതൊന്ന് കേൾക്കൂ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഞാൻ മറക്കുമല്ലോ അഞ്ജന, ഓർമ്മിപ്പിക്കാം. ഞാൻ മറക്കൂല, പറഞ്ഞാൽ -1.602 × 10⁻⁻⁹ കൂളമാണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. എങ്കിൽ ആരാണ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത്? മില്ലിക്കൺ. വെരി ഗുഡ്. നേരത്തെ നിങ്ങൾ ആരോ ഒരാൾ, ഇദ്ദേഹം തന്നെയാ തോന്നുന്നു. യെസ്, ആ പേര് മന്ത്രിച്ചിരുന്നു. അത് മറ്റാരുമല്ല, അത് മില്ലീഗൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് മില്ലീഗൺ ആണ്. എങ്കിൽ തീർന്നിട്ടില്ല വിദ്യ. ഇദ്ദേഹത്തിന്റെ ഏത് പരീക്ഷണത്തിലൂടെയാണ് ഈ ചാർജ് കണ്ടെത്തിയത്? വെരി ഗുഡ്, വെരി ഗുഡ്. അമർ സാർ, കാർത്തിക, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മില്ലീഗന്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴിയാണ് ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത്. അതിനെപ്പറ്റി ശ്രദ്ധിക്കുക. എന്താണ് അനിശ്ചിത തത്വം? യെസ്, ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനെ കുഞ്ഞ് ശ്രദ്ധിക്കണം, ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പൊസിഷനും മൊമെന്റവും അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു ചാപ്റ്ററിൽ പഠിപ്പിക്കാനുണ്ട്, മൊമെന്റം പഠിപ്പിക്കുമ്പോൾ പറയാനുണ്ട്. ഇപ്പൊ ഓർത്തിരിക്കുക, ചലിക്കുന്ന ഒരു വസ്തുവിന്റെ പൊസിഷനോ മൊമെന്റമോ കറക്റ്റ് ആയിട്ട് ഒരിക്കലും ഒരു ക്ലിയർ വാല്യൂ കിട്ടില്ല. അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഈ ചലിക്കുന്ന പെന്നിന്റെ പൊസിഷൻ ടിക് എന്ന് ഞാൻ പറയുമ്പോൾ പലരും പല സ്ഥലത്ത് നിന്നായിരിക്കും കാണുന്നത്. നോക്കൂ, ടിക്. ചിലര് ഇവിടുന്ന് കണ്ടു, ഇവിടുന്ന് കണ്ടു, ഇവിടുന്ന് കണ്ടു. ഇതുപോലെ ചലിക്കുന്ന ഒരു വസ്തുവിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന തത്വമാണ് അനിശ്ചിത തത്വം. അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇലക്ട്രോണിന്റെ ചാർജ് -1.5. ഓക്കെ, 602 × അശ്വതിയല്ല 5, -1.602 × 10⁻⁻⁹ കൂളമാണ്. ഇത് കണ്ടെത്തിയത് മില്ലീഗൺ ആണ്. ഏത് എക്സ്പെരിമെന്റ്? ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. എങ്കിൽ ന്യൂക്ലിയസും പ്രോട്ടോണും കണ്ടെത്തിയ എക്സ്പെരിമെന്റ് ആയിരുന്നു, പറഞ്ഞോ,
വെരി ഗുഡ്. ആൽഫ റൈസ് ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. എങ്കിൽ ഏത് എക്സ്പെരിമെന്റ് വഴിയാണ് ഇലക്ട്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്? കാഥോഡ് റേ ട്യൂബ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. CRT. ഓ, മൈക്ക് ഓൺ ആണോ? മൈക്ക് ഓഫ് ചെയ്യും, മൈക്ക് ഓഫ് ചെയ്യും. CRT അഥവാ കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ്. കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് അഥവാ CRT എക്സ്പെരിമെന്റ് വഴിയാണ് ഇലക്ട്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇലക്ട്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. എന്റെ ചോദ്യം, ആരാണ്, വെരി ഗുഡ് മാധവി, ആരാണ് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടെത്തിയത്? ആരാണ് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടെത്തിയത്? JJ തോംസൺ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതിൽ യാതൊരു സംശയവും പാടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ആര് കണ്ടെത്തി എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അതാണ് JJ തോംസൺ എന്നറിയപ്പെടുന്ന വ്യക്തി. JJ തോംസൺ. കാരണം നമ്മൾ പറഞ്ഞാലേ ഇലക്ട്രോൺ കണ്ടെത്തിയത് JJ തോംസൺ. അപ്പൊ ഓർത്തിരിക്കുക, അവസാനം ഞാൻ പഠിപ്പിച്ച പോയിന്റുകൾ. ദ്വിബല നാച്ചർ അഥവാ ദ്വൈത സ്വഭാവം ആവിഷ്കരിച്ചത് ഡി ബ്രോഗ്ലിയാണ്. അനിശ്ചിതത്വം അഥവാ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആവിഷ്കരിച്ചത് ഹെയ്സൻബർഗ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് -1.602 × 10⁻⁻19 കൂളമാണ് എന്ന് മില്ലിഗൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി കണ്ടെത്തി. PSC ചോദ്യമാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് വഴി ഇലക്ട്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് JJ തോംസൺ ആണ് എന്ന് മനസ്സിലാക്കുക. Then, what is E/M ratio? എവിടെയും നിങ്ങൾക്ക് എടുത്തുണ്ടോ E/M ratio? മക്കളെ, ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയ ഒരു കൺസെപ്റ്റ്. E എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് എന്നാണ്. ഇലക്ട്രോണിന്റെ ചാർജ്. M എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിന്റെ മാസ് എന്നതാണ്. ഇവിടുത്തെ ചോദ്യം, what is E/M ratio of an electron? That is very important. അത്യാവശ്യം സയൻസ് ബാക്ക്ഗ്രൗണ്ട് പഠിക്കുന്നവർക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ഇടക്ക് E/M ratio എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വേണം. ഈ E/M ratio എന്ന് പറയുന്നത് എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 1.758 × 10⁻11. ബോർഡ് കാണില്ലേ? മക്കളെ, മൈക്ക് ഓണാണോ? മൈക്ക് ഓണാണോ? മൈക്ക് ഓഫ്. സർ കാണില്ലേ? ക്ലിയർ ആവണില്ലേ? ബോർഡ് കാണില്ലേ? ആ, ബോർഡ് ക്ലിയർ ആവുന്നില്ല. സാറിന്റെ വോളിയം മാത്രം കേൾക്കുന്നില്ല. എല്ലാവർക്കും കാണുന്നില്ല? നമുക്ക് കുഴപ്പമില്ല സാർ, അവർക്കുള്ള ഇഷ്യൂ ആയിരുന്നു. അയ്യോ, ഇവിടെ ക്ലിയർ ആണോ മക്കളെ? നിങ്ങൾക്ക് എങ്ങനെയാണോ കാണുന്നത്, അല്ലാതെ എനിക്കിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ക്ലിയർ ആണ്. അപ്പൊ അവിടെ ചിലപ്പോൾ നെറ്റിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു മക്കളെ, അല്ലാതെ എന്റെ പ്രശ്നമല്ല. എന്റെ ബോർഡ് പക്ക ക്ലിയർ ആണ്. ഓക്കെ സാർ, ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ടോ? ഓക്കെ. കാരണം ഇത് നെറ്റിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. 1.758 × 10⁻11 കൂളം/കിലോഗ്രാം ആണ് E/M ratio. ഒന്നുമില്ല, കൂളം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ മാസിന്റെ യൂണിറ്റ് ആണ്. ചാർജ് ബൈ മാസ്. E/M ratio എന്ന് പറഞ്ഞാൽ 1.758 ആണ്. എങ്കിൽ ആരാണ് E/M ratio കണ്ടെത്തിയത് എന്ന് ചോദിച്ചാൽ അത് ഈ ബോർഡിൽ തന്നെയുണ്ട് അതിന്റെ ഉത്തരം. E/M ratio ആര് കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതിലുണ്ട്. ഈ ഭാഗത്ത് എവിടെ ഉണ്ട് ആ ശാസ്ത്രജ്ഞന്റെ പേര്? മില്ലിഗൺ. വെരി ഗുഡ്. തെറ്റാണ്. ഇല്ലേ പയയുടെ പേര്? ഒരു മിനിറ്റ്. ആ, ഉണ്ട്. മില്ലിഗൺ തെറ്റാണ്. ഡി ബ്രോഗ്ലി. ഏതാ? ഡി ബ്രോഗ്ലി. അതും തെറ്റാണ്. ഹൈസൻബർഗ്. വെരി ഗുഡ്. അതും തെറ്റാണ്. JJ തോംസൺ. എങ്ങനെ സാധിക്കുന്നു? ഒരാൾ മാത്രം അതിനിടയിൽ കറക്റ്റ് ഉത്തരം പറഞ്ഞിരുന്നു. ഞാൻ അതുകൊണ്ട് മിണ്ടാതിരിക്കുമായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ഉത്തരം എനിക്ക് ഉറപ്പായിരുന്നു. ബാക്കിയുള്ളവർ ബാക്കി എല്ലാ സാധനവും പറയും, JJ തോംസൺ ഒഴികെ ബാക്കി എല്ലാം കുത്തുമെന്ന് ഉറപ്പായിരുന്നു. ഇത് തന്നെയാണ് ആ പരീക്ഷാ ഹാളിൽ പോയാലും പലർക്കും സംഭവിക്കുക. അവസാനത്തെ 10 മിനിറ്റ്
നമുക്ക് ഉറപ്പായിരിക്കും ഇത് തന്നെയാണ് ശരിയാണ് സാർ. ഒരു തേങ്ങയല്ല, അത് പൊട്ടത്തെറ്റായിരിക്കും. ഇതല്ലെങ്കിൽ ഇത്, അത് അതിനേക്കാളും വലിയ തെറ്റായിരിക്കും. ഇല്ലെങ്കിൽ ഉറപ്പ് സി, ഒരിക്കലും ഡി വരില്ല എന്ന് ചിന്തിക്കും, ഡി ആയിരിക്കും ഉത്തരം. അപ്പൊ ആ ഒരു രീതിയാണ് ഇപ്പൊ കണ്ടത്. ഏത് ഇലക്ട്രോൺ ഇ/എം റേഷ്യോ കണ്ടെത്തിയത് ജെ തോംസൺ ആണ് എന്ന് മനസ്സിലാക്കുക. ഇ/എം റേഷ്യോ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അപ്പോ ഇലക്ട്രോൺ എന്ന് പറയുന്ന സാധനവുമായി ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റുകളെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. ഐ റിപ്പീറ്റ് മൈ പോയിന്റ് വൺസ് അഗൈൻ ഫോർ യു. ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണികയാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ചലിക്കുന്ന കണിക എന്ന് വിശേഷിപ്പിക്കുന്നത് ഇലക്ട്രോണിനെയാണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണെങ്കിലും ഇലക്ട്രോൺ എന്ന നാമം നൽകിയത് ജോൺ സ്റ്റോണിയാണ്. ഒരു പദാർത്ഥത്തിന്റെ അല്ലെങ്കിൽ മൂലകത്തിന്റെ രാസപരമായ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ഇലക്ട്രോണുകളാണ്. പിന്നീട് ഞാൻ പറയുന്നു, ദ്വൈത സ്വഭാവം ആവിഷ്കരിച്ചത് ഡ്യുവൽ നാച്ചർ ഡി ബ്രോഗ്ലിയാണ്. അനിശ്ചിതത്വം അഥവാ അൺസർട്ടനിറ്റി ആവിഷ്കരിച്ചത് ഹെയ്സൻബർഗ് ആണ്. ഇ/എം റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.758 × 10⁻11 കൂളം പെർ കിലോഗ്രാം കണ്ടെത്തിയത് ജെ തോംസൺ. ഇലക്ട്രോണിന്റെ ചാർജ് -1.602 × 10⁻⁻90 കൂളം കണ്ടെത്തിയത് മില്ലികൾ. എക്സ്പെരിമെന്റ് ഓയിൽ ഡ്രോപ്പ്. കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെന്റ് വഴി ജെ തോംസൺ ഇലക്ട്രോണിന്റെ സാന്നിധ്യം കണ്ടെത്തി. ഇത്രയും പോയിന്റുകളാണ് ഇലക്ട്രോൺ എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണോ ഇലക്ട്രോൺ? യെസ് മക്കളെ, അങ്ങനെയെങ്കിൽ ഓക്കെ. പണ്ട് മുതലേ സയൻസ് അല്ലെങ്കിൽ PSC അധ്യാപകരൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഡ് ഞാനായിട്ട് ആ ഒരു സാധനം ഒഴിവാക്കുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, PEN-RTC കേട്ടിട്ടുണ്ടോ? KSRTC എന്നൊക്കെ പറയുന്ന പോലെ PEN-RTC ഒന്നുമല്ല. ഇതിലൊന്നും പ്രോട്ടോൺ കണ്ടെത്തിയത് ആര്? റൂദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് ആര്? ജെ തോംസൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ആര്? ചാഡ്വിക്ക്. ക്ലിയർ അല്ലേ? ഈ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക. PEN-RTC, പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ്, ഇലക്ട്രോൺ കണ്ടെത്തിയത് തോംസൺ, ന്യൂട്രോൺ കണ്ടെത്തിയത് ചാഡ്വിക്ക്. എത്ര അറിയുന്നവരാണെങ്കിലും അവിടെ എത്തുമ്പോൾ PSCയുടെ ചോദ്യം ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആര് എന്നായിരിക്കും. ഈ 3 മഹാന്മാരെ പേരും ഉണ്ടാവും. നമ്മൾ ആലോചിക്കും PEN-RTC. EN അവിടുന്ന് ഗംഗയായി മാറുകയാണ്, ന്യൂക്ലിയസ് ആയി മാറുകയാണ്. ഉടനെ ചാഡ്വിക്ക്. EN എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ന്യൂട്രോൺ ആണ്, അല്ലാതെ ന്യൂക്ലിയസ് അല്ല. ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. മനസ്സിലായോ? യെസ്. അങ്ങനെയെങ്കിൽ റൂദർഫോർഡിനെയും ജെ തോംസണെയും ചാഡ്വിക്കിനെയും നിങ്ങൾക്ക് അറിയാം. ഈ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. റൂദർഫോർഡ് കേട്ടിട്ടുണ്ട്, ജെ തോംസൺ കേട്ടിട്ടുണ്ട്, ജെയിംസ് ചാഡ്വിക്ക് എന്ന് കേട്ടിട്ടുണ്ട്. എങ്കിൽ ഇവരുടെ കൂടെ മിക്കവാറും ഓപ്ഷനിൽ കയറി വരുന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത, വലിയ വില അദ്ദേഹത്തിന് നൽകാത്ത ഒരാള്. അയാളാണ് കാൾ ആൻഡേഴ്സൺ എന്ന് പറയും. വെരി ഗുഡ്. കുറെ പേര് കേട്ടിട്ടുണ്ട്. ആരാണ് കാൾ ആൻഡേഴ്സൺ? പൊസിട്രോൺ കണ്ടുപിടിച്ച ആള്. വെരി ഗുഡ്. ഒത്തിരി ആൾക്കാർ ആൻസർ അയക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് വേറെ ആരും കെമിസ്ട്രി എടുക്കുന്നുണ്ടോ? ഇല്ല. വെരി ഗുഡ്. വേറെ ആരും എടുക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ എവിടുന്ന് നിങ്ങൾക്ക് കിട്ടി? പോസിട്രോൺ എന്നൊക്കെയുള്ള വാക്കൊക്കെ എവിടുന്ന് കിട്ടി? ഓഫ്ലൈൻ ബാച്ചിൽ കിട്ടിയിട്ടുണ്ട് സാർ. ഓഫ്ലൈൻ ബാച്ചിൽ കെമിസ്ട്രി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ശരി. ഓക്കെ. ശരി. കുറച്ചു പേർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്റെ ദൈവമേ, അതെയോ? അതെ, അത് നോക്കി വായിച്ചേക്കല്ലേ? ഇല്ലല്ലോ, അത് നോക്കി വായിക്കരുത് ദയവേത്. ശരി. അപ്പോ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ കൂടെ എപ്പോഴും വരുന്ന ഒരു വ്യക്തിയാണ് കാൾ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞത്. അപ്പൊ ആരാണ് കാൾ ആൻഡേഴ്സൺ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ആ കാൾ ആൻഡേഴ്സൺ ആണ് പോസിട്രോൺ കണ്ടെത്തിയത്. അപ്പൊ എന്താണ് പോസിട്രോൺ എന്ന് പറയുന്നത്? ശ്രദ്ധിക്കണം. ആറ്റത്തിലെ അതിസൂക്ഷ്മമായ കണികകൾ കുറെ എണ്ണമുണ്ട്. ആറ്റത്തിലെ അതിസൂക്ഷ്മമായ കണികകളാണ് ഇലക്ട്രോണുകൾ,
പ്രോട്ടോണുകൾ ആൻഡ് ന്യൂട്രോണുകൾ ഇവയെല്ലാം ആറ്റത്തിലെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇവയെല്ലാം ആറ്റത്തിലെ അതിസൂക്ഷ്മമായ കണികകളാണ്. എങ്കിൽ ഈ അതിസൂക്ഷ്മ കണികകൾക്കെല്ലാം ഓരോരോ ആന്റി പാർട്ടിക്കിൾ കൂടിയുണ്ട്. എന്താണ് ആന്റി പാർട്ടിക്കിൾ? മക്കളെ, ആന്റി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ വാക്കിനർത്ഥം ആലോചിക്കുക. ഇംഗ്ലീഷിൽ ആന്റി, ഓപ്പോസിറ്റ്, എതിര് എന്നർത്ഥം. അപ്പോ ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിളിന്റെ പേരാണ് പോസിട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പോസിട്രോൺ? സംഭവം സിമ്പിൾ ആണ്. ഞാൻ പറയുന്ന ഡെഫിനേഷൻ ശ്രദ്ധിച്ചു കേൾക്കൂ. ഇലക്ട്രോണിന് തുല്യമായ മാസും, നോക്ക്, ഇലക്ട്രോണിന് തുല്യമായ മാസും എന്നാൽ ഇലക്ട്രോണിന് വ്യത്യസ്തമായ ചാർജുമുള്ള കണികകൾ ഉണ്ടാകാം. ഒന്നുകൂടെ പറയാം. ഇലക്ട്രോണിന് തുല്യമായ മാസും എന്നാൽ ഇലക്ട്രോണിന് വ്യത്യസ്തമായ ചാർജുമുള്ള കണികകൾ ഉണ്ടാവും. അപ്പൊ ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് പോസിട്രോൺ. അതായത് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കണം. ദാറ്റ് മീൻസ് പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ ആണ് പോസിട്രോൺ. കൺസെപ്റ്റ് ക്ലിയർ ആണോ? യെസ്. അപ്പോ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ ആയാണ് പോസിട്രോൺ. ഓക്കെ ശരണ്യ, സൽഫിയ, ആരാണ് പോസിട്രോൺ കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ ആ കണ്ടെത്തിയ ആളുടെ പേരാണ് കാൾ ആൻഡേഴ്സൺ. കാൾ ആൻഡേഴ്സൺ എന്ന് പറയുന്നത്. കണ്ടെത്തിയ ആളുടെ പേര് കാൾ ആൻഡേഴ്സൺ. കുഴപ്പമില്ലോ? കാണുന്നുണ്ടല്ലോ, ആ സൈഡിൽ എഴുതിയത് കാണാമല്ലോ, കാൾ ആൻഡേഴ്സൺ. യെസ്, ഓക്കെ അഞ്ജന. ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ പോസിട്രോൺ. അനസ്, യെസ്. കൃഷ്ണ, അതിന്റെ ചാർജ് പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ എന്നത് പഠിച്ചാൽ മതി. കണ്ടെത്തിയത് കാൾ ആൻഡേഴ്സൺ ആണ്. ശരി. എങ്കിൽ പ്രോട്ടോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ് ആന്റി പ്രോട്ടോൺ എന്ന് പറയുന്നത്. ആന്റി പ്രോട്ടോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ് എന്ന് മനസ്സിലാക്കണം. ആന്റി പ്രോട്ടോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ചാർജ് വരെ കാണുന്നു. അതെനിക്ക് തോന്നുന്നു നിങ്ങൾ എന്റെ സ്ക്രീനിൽ നിങ്ങൾ എന്നെ മാത്രമല്ലേ കാണുന്നത്? ഫുൾ കാണാം സർ. അല്ല, എനിക്ക് ചില ബോർഡിൽ ചിലർ എന്നെ ഫുൾ ആയിട്ടല്ല കാണുന്നത്. ബാക്കി പിള്ളേരെ കാണുന്നുണ്ടോ? നമ്മള് ഫുൾ കാണാം സർ. അതെ അല്ലേ? അപ്പൊ ചിലർക്ക് ചാർജ് വരെ കാണുന്നു എന്ന് പറയുന്നു. അപ്പൊ ഫുൾ, ഓക്കെ, ശരി. ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചാൽ ഫുൾ കാണാം സർ. ഓക്കെ. ലാൻഡ്സ്കേപ്പ് മോഡ് അറിയാലോ? മറ്റേ താഴേക്ക് വലിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന സിമ്പിൾ ഇട്ടിട്ട് തിരിച്ചു വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ഇട്ട് വെക്കുക കേട്ടോ, എന്നാലേ ഫുള്ള് കാണും. അപ്പൊ ഇതിന്റെ ആന്റി പ്രോട്ടോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ആരാ കണ്ടെത്തിയത്? ഓർമ്മയുണ്ടോ? ഇത് കണ്ടെത്തിയ ആരാ? എമിലിയോ സെഗ്രി. വെരി ഗുഡ് കാർത്തിക. എമിലിയോ സെഗ്രി ആൻഡ് ഓവൻ ചാംബർലൈൻ. ഇതൊന്ന് വെറുതെ വായിച്ചു വിടേണ്ട കേസാണ്. ഇതൊന്നും കാണാപ്പാടം പഠിക്കേണ്ട സാധനമല്ല. എമിലിയോ സെഗ്രി ആൻഡ് ഓവൻ ചാംബർലൈൻ എന്ന് പറയുന്നത് ഒന്ന് കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമേ അല്ല. ഇതൊക്കെ വെറുതെ വായിച്ചു വിട്ടാൽ മതി. കാരണം ഇതിൽ നിന്നും വലിയ രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ വഴിയില്ല. ആകെ ചോദിക്കാം ചിലപ്പോൾ പോസിട്രോൺ കണ്ടെത്തിയത് ആര്? അത് പ്രധാനപ്പെട്ടതാണ്, അത് വിട്ടുകളയരുത്. പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആണ്. ചാർജ് പോസിറ്റീവ് ആണ്. കാൾ ആൻഡേഴ്സൺ. അത് കാണാപ്പാടം പഠിക്കാം. ബാക്കിയുള്ളത് ഓക്കെ നമുക്ക് നോക്കാം. ആന്റി പ്രോട്ടോൺ നെഗറ്റീവ് ആണ്. എമിലിയോ സെഗ്രി, ഓവൻ ചാംബർലൈൻ. എങ്കിൽ ന്യൂട്രോണിന്റെ ആന്റി പാർട്ടിക്കിൾ ആന്റി ന്യൂട്രോൺ ആണ്. ഈ ആന്റി ന്യൂട്രോണിന്റെ ചാർജ് 0 ആണ്. ഇത് കണ്ടെത്തിയത് ബ്രൂസ് കോക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. ബ്രൂസ് സി കോക്ക് എന്ന് ഇംഗ്ലീഷിൽ എഴുതും, മലയാളത്തിൽ ബ്രൂസ് കോക്ക് എന്ന് വായിക്കും. അങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ, ബ്രൂസ് കോക്ക്. ഞാൻ വീണ്ടും പറയുന്നു, ഈ എഴുതി വെച്ചതിൽ ഈ ഒരു പ്രധാനപ്പെട്ട സാധനം
നിങ്ങൾ പഠിക്കാൻ നോക്കുക. ബാക്കിയുള്ളതിൽ നിന്നൊന്നും ഇതുവരെ ചോദ്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ ആണോ? യെസ് യെസ്, ഇതുപോലെ ഒന്ന് എഴുതി വിട്ടാ. ഓക്കെ. അപ്പൊ ആറ്റം എന്ന് പറയുന്ന എന്റെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കൊണ്ട് പൂർണ്ണമാകുന്നു. രണ്ട് തൂണുകളിലായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആ യവനികമല്ലേ താഴ്ന്നു തുടങ്ങുന്നു എന്ന് സാഹിത്യ രൂപത്തിൽ പറയാം. അതായത് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്റർ 3 പാർട്ടുകളിലായിട്ടാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ബേസിക് ഐഡിയ എബൌട്ട് ആറ്റം. ബേസിക് ഐഡിയ എബൌട്ട് ആറ്റം. എന്താണ് ആറ്റം, എന്താണ് ന്യൂക്ലിയസ്, എന്താണ് ന്യൂട്രോൺ, എന്താണ് പ്രോട്ടോൺ, എന്താണ് ഇലക്ട്രോൺ, എന്താണ് അവയുടെ ആന്റി പാർട്ടിക്കിൾ. ഇത്രയുമാണ് ഫസ്റ്റ് പാർട്ട്. മക്കളെ ഏകദേശം ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടോ? ക്ലിയർ ആയോ? ഏകദേശം ഒരു ഐഡിയ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ച് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അടുത്ത സെക്ഷൻ ആറ്റം മാതൃകകൾ, ആറ്റം മോഡൽസ്. ആറ്റം മാതൃകകൾ സിമ്പിളാണ്. നേരത്തെ പഠിച്ചതിന്റെ പകുതി പണി പോലും ഇനിയുള്ളത് പഠിക്കാനില്ല. പക്ഷെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു ആറ്റം വരക്കാൻ പറഞ്ഞാൽ ഞാനും നിങ്ങളുമെല്ലാം ആദ്യം തന്നെ ഒരു വട്ടം വരച്ചിട്ട് ഇങ്ങനെയാണ് ഒരാറ്റത്തെ വരക്കുന്നത്. ന്യൂക്ലിയസ്, ഇതിനകത്ത് ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുന്നു. നമ്മൾ ഇങ്ങനെയാണ് ഒരാറ്റത്തെ വരക്കുന്നത്. ഓക്കെ, കുറെ ജഡ്ജസ് ഒക്കെ പോയി തുടങ്ങി. കുറെ ആൾക്കാർ പോകണം. ഞാൻ എപ്പോഴും പറഞ്ഞു, ആദ്യം വന്നിട്ട് പെട്ടെന്ന് തന്നെ മാർക്കിട്ട് പോകുന്നവരുണ്ട്. വളരെ ബിസി ആൾക്കാരുണ്ട്. അവർ നോക്കുമ്പോൾ പണ്ടെപ്പോഴും കേട്ടതാണ്. ഒക്കെ അറിയാം, കെമിസ്ട്രി എനിക്ക് അറിയാം എന്നുള്ള ധാരണകളുണ്ട്. ദയവ് ചെയ്തൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എത്ര തന്നെ പഠിച്ചാലും പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിച്ചെടുക്കുന്നതിലാണ് നിങ്ങളിലേക്ക് അറിവ് എന്ന് പറയുന്ന സാധനം തലേ കയറുന്നത്. അല്ലാതെ എപ്പോ പഠിച്ചതാണെങ്കിൽ പണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ച സാധനം തന്നെയാണ് ഈ പഠിക്കുന്നതെല്ലാം. ഓക്കെ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മൾ പണ്ട് 8ാം ക്ലാസ്സിൽ പഠിച്ചതോ 9ാം ക്ലാസ്സിൽ പഠിച്ചതോ 10 പഠിച്ചതോ ആയ സാധനം മാത്രമാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പണ്ട് പഠിച്ചത് മറക്കും എന്നുള്ളതിന്റെ വ്യക്തമായ ഉറപ്പാണ് ഇന്ന് നിങ്ങൾ ഒരു PSC കോച്ചിങ്ങിന് വന്നിരിക്കേണ്ടി വന്നത്. അപ്പൊ ഇന്നും അതേ രാഘവത്തോടു കൂടി പോകരുത്. കുറച്ച് കേട്ടിട്ട് ബാക്കി എനിക്കറിയാം എന്ന രാഘവത്തിൽ പോകരുത്. അത് പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുന്നോ? യെസ്. അപ്പോ എന്താണ് ആറ്റം എന്ന് പറയുന്നത്? ആറ്റത്തിന് ഈ മോഡലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒത്തിരി രസകരമായ കഥകളുണ്ട്. ആറ്റത്തിന് എങ്ങനെയാണ് ഈ മാതൃക ലഭിച്ചത്? അപ്പൊ മക്കളെ, ആദ്യം ഒരാൾക്ക് തോന്നി ആറ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ആറ്റം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നോക്കണം, ഞാനൊരു സാധനത്തെ ഇവിടെ വരച്ചിരിക്കുന്നത്. എന്താണ് ഈ സാധനം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വരച്ച സാധനമാണ് സൗരയൂഥം എന്നറിയപ്പെടുന്നത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നുള്ള അഷ്ടഗ്രഹങ്ങളാൽ സംയോജിച്ച അല്ലെങ്കിൽ കൂടിച്ച് സൂര്യൻ ഉൾപ്പെട്ട ആ ഗാലക്സി, ഇതാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു സൗരയൂഥം എന്ന് പറയുന്ന സെക്ഷൻ പഠിപ്പിച്ച അധ്യാപകൻ ആദ്യം പറഞ്ഞു തന്ന പോയിന്റ്, സൗരയൂഥത്തിന്റെ മുഴുവൻ മാസവും കേന്ദ്രീകരിക്കുന്നത് അതിന്റെ കേന്ദ്രമായ സൂര്യനിലേക്കാണ്. പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? സൗരയൂഥത്തിന്റെ മുഴുവൻ മാസവും കേന്ദ്രീകരിക്കുന്നത് കേന്ദ്രമായ സൂര്യനിലേക്കാണ്. രാഖി, ഇതുപോലെ ആറ്റത്തിന്റെ കേസിലും ഒരു കേന്ദ്ര ഭാഗമുണ്ട്. സൗരയൂഥത്തിൽ എങ്ങനെയാണോ കേന്ദ്രം? വെരി ഗുഡ് ഷാജി ദീപ അല്ലെ? അങ്ങനെയാണെന്ന് തോന്നുന്നു. ദീപയാണോ ഷാജിയാണോ ആരെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, കറങ്ങുന്ന ഓരോ ഗ്രഹങ്ങളും ദീപ ഓക്കെ 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 കറങ്ങുന്ന ഓരോ ഗ്രഹങ്ങളും ഇലക്ട്രോണുകൾക്ക് തുല്യമാണ് അല്ലേ? അവയെല്ലാം ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടാത്ത അവരുടേതായ സഞ്ചാരപാതയിൽ നിലനിൽക്കും. നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 11 മണിക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് എല്ലാവരും വളരെ മുറുക്കെ ശക്തിയിൽ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കണം. ബുധൻ ഒന്ന് ഭൂമിയുടെ വഴി ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല.
അവരുടേതായ ഒരു ഡിസിപ്ലിനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ ന്യൂക്ലിയസിനെ ചുറ്റി ഇലക്ട്രോണുകൾ കറങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ സൗരയൂഥം എങ്ങനെയാണോ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് ആറ്റം. സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിൽ ന്യൂക്ലിയസ്, സൂര്യൻ ആറ്റത്തിന്റെ കേന്ദ്രത്തിൽ ന്യൂക്ലിയസ്. സൗരയൂഥത്തിൽ ഇലക്ട്രോൺ കറങ്ങുന്നു, ആറ്റത്തിൽ ഗ്രഹങ്ങൾ കറങ്ങുന്നു, ആറ്റത്തിൽ ഇലക്ട്രോൺ കറങ്ങുന്നു. ഇതാണ് സൗരയൂഥ മാതൃക എന്നറിയപ്പെടുന്നത്. സൗരയൂഥ മാതൃക. യെസ്, ഓർബിറ്റിലേക്ക് എത്തണ്ട ഇപ്പൊ ദീപ, നമുക്ക് അതിലേക്ക് വരാം. ഈ മാതൃകയാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നറിയപ്പെടുന്നത്. പ്ലാനറ്ററി മോഡൽ. ഈ മാതൃക തന്നെയാണ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്ന പേരിലും വിശേഷിപ്പിക്കുന്നത്. നോക്കൂ, ഈ 3 വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും ഈ 3 ഒന്ന് തന്നെയാണ്. ഏതൊക്കെ? സൗരയൂഥ മാതൃക, പ്ലാനറ്ററി മാതൃക, ന്യൂക്ലിയർ മാതൃക. എന്റെ ചോദ്യം, ഈ 3 മാതൃകയും ആവിഷ്കരിച്ച വ്യക്തി ആര്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് 3 ആവിഷ്കരിച്ച വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ് എന്നറിയപ്പെടുന്നത്. സൗരയൂഥ മാതൃക, പ്ലാനറ്ററി മാതൃക, ന്യൂക്ലിയർ മാതൃക, ഇവയെല്ലാം ആവിഷ്കരിച്ച വ്യക്തിയാണ് ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്നത്. ശരി, അങ്ങനെയെങ്കിൽ റൂദർഫോർഡിനൊക്കെ പറഞ്ഞപ്പോ ആർക്കൊക്കെ തുമ്മലൊക്കെ വന്നു? യെസ്, അങ്ങനെയെങ്കിൽ മൈക്ക് അങ്ങനെയെങ്കിൽ യെസ്, അവരുടെ മൈക്കോണോ മക്കളെ? മൈക്കോണോ? ഓക്കെ. അങ്ങനെയെങ്കിൽ വളരെ പ്രാധാന്യം നിറഞ്ഞ മറ്റൊരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. സൗരയൂഥം കണ്ടപ്പോൾ ഒരാൾക്ക് ആറ്റമായി തോന്നി, വേറൊരാൾക്ക് വളരെ രസകരമായ ഒരു സാധനം മുറിച്ചപ്പോഴാണ് ആറ്റമായി തോന്നിയത്. എന്താ സാധനം? വാട്ടർ മെലൺ എന്നറിയപ്പെടുന്ന സാധനം. തണ്ണിമത്തൻ അഥവാ വാട്ടർ മെലൺ എന്നറിയപ്പെടുന്നു. നോക്കണം, പ്ലമല്ല, തണ്ണിമത്തൻ. ഒരു തണ്ണിമത്തൻ മുറിച്ചു കഴിയുമ്പോൾ, അത് കാസർഗോഡുള്ള തണ്ണിമത്തനാണെങ്കിലും നിങ്ങളുടെ നാട്ടിലുള്ള തണ്ണിമത്തനാണെങ്കിലും, അത് മുറിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ ഇതുപോലെ കറുത്ത കുരു ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതായിട്ട് കാണാം. കറുത്ത കുരു ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു തണ്ണിമത്തനിൽ എങ്ങനെയാണോ കറുത്ത കുരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, അതുപോലെ ആറ്റമാകുന്ന തണ്ണിമത്തനിലും ഇലക്ട്രോണുകളാകുന്ന കുരു ഉണ്ടാകുന്നു. ഞാൻ പറയുന്ന കൺസെപ്റ്റ് തിരിഞ്ഞോ? 10-20 വർഷത്തിന് മുകളിലായി തണ്ണിമത്തൻ കഴിക്കുന്നു, നമുക്കും കിട്ടി കുരു, പണി കഴിഞ്ഞു. പക്ഷേ ജെ തോംസൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ കുരു കിട്ടിയപ്പോൾ അയാൾക്ക് മറ്റൊരു കുരു പൊട്ടി. അയാൾ ചിന്തിച്ചു, എടാ ഇത് തന്നെയല്ലേ ആറ്റം? യെസ്, ദാറ്റ് ഈസ് സിംപ്ലി തണ്ണിമത്തൻ മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്നു. തണ്ണിമത്തൻ മാതൃക. ഈ സാധനത്തിനെ തന്നെയാണ് വാട്ടർ മെലൺ മോഡൽ എന്നറിയപ്പെടുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. വാട്ടർ മെലൺ മോഡൽ. തണ്ണിമത്തൻ മാതൃക, വാട്ടർ മെലൺ മോഡൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെ തോംസൺ ആണ് ഇതിന്റെ എല്ലാ ആള്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജെ തോംസന്റെ ഹാപ്പി ബർത്ത്ഡേ ദിനം. ജെ തോംസൺ ഒരു കേക്ക് എടുത്ത് മുറിച്ചു. ഒരു കേക്ക് എടുത്തിട്ട് മുറിച്ചു. ഒരു പീസ് ഇവിടുന്ന് മുറിച്ചു, കിട്ടി 2 മുന്തിരി. ഒരു പീസ് ഇവിടുന്ന് മുറിച്ചു, ദീവ, കിട്ടി 2 മുന്തിരി. ശരണ്യ ഒരു പീസ് ഇവിടുന്നും 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 എല്ലാം ജെ തോംസൺ ആർത്തി മൂത്ത് മുറിച്ചപ്പോൾ അതിൽ നിന്നെല്ലാം മുന്തിരി കിട്ടിയെങ്കിൽ എന്ത് മനസ്സിലായിട്ടുണ്ടാവണം ജെ തോംസന്? ഇത് ആറ്റം പോലെയാണ്. കേക്കിൽ ഫുൾ മുന്തിരിയാണ് എന്ന് മനസ്സിലായി? ഇല്ല. ജെ തോംസൺ മനസ്സിലാക്കി. നമുക്കതിലേക്ക് വരുന്നു. ഒരു കേക്കിൽ എങ്ങനെയാണോ മുന്തിരിയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ഇതുപോലെ ആറ്റമാകുന്ന കേക്കിൽ ഇലക്ട്രോണുകളാകുന്ന ഈ കച്ചറയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലം കേക്ക് പോലെയാണ് ആറ്റം. ഒരു പുഡിംഗ് കേക്ക് പോലെയാണ് ആറ്റം. അതാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് ഞാൻ ആറ്റം മോഡൽ പറയുമ്പോൾ തന്നെ ചിലർ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയ സാധനം. ആറ്റം മാതൃക എന്ന് പറയുമ്പോൾ എല്ലാവരും പ്ലം പുഡിംഗ് മോഡലാണ് ആദ്യം പറയാം. നോക്കട്ടെ, തണ്ണിമത്തൻ, വാട്ടർ മെലൺ മാതൃക, പ്ലം പുഡിംഗ് മോഡൽ. ഓക്കെ. അതിനിടയിൽ ആരോ മന്ത്രിച്ച ഒരു സാധനമുണ്ട്. ദാറ്റ് ഈസ് റൈസിൻ
പുഡിംഗ് മോഡൽ. ഒരു പുഡിങ്ങിന് മുകളിൽ എങ്ങനെയാണോ റൈസിൻ വിതറിയത്? ഇപ്പൊ റൈസിൻ ഇപ്പൊ എന്താ പറയാ? റൈസിൻ എന്ന് പറഞ്ഞാൽ എന്താണോ സാധനം? ഉണക്കമുന്തിരി. ഉണക്കമുന്തിരിയാണോ റൈസിൻ എന്ന് പറയുന്നത്? അതെയോ? അത് കൊള്ളാമോ? ഓ, എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചാൽ അറിയോ, ഈ റൈസിൻ എന്ന് പറഞ്ഞാൽ മുന്തിരി മാത്രമല്ല, അതിന്റെ മുകളിൽ വിതറുന്ന പല സാധനങ്ങളെയും റൈസിൻ എന്ന് വിളിക്കാറുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഈ ഉണക്കമുന്തിരി മാത്രമാണോ റൈസിൻ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ കുറെ സാധനങ്ങൾ കാണാം ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ വിതറിയിരിക്കുന്നു. അതിനെയൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ്, കുറെ സാധനങ്ങളുണ്ട്, അവയൊക്കെ അങ്ങനെ വിളിക്കാമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി ഉണക്കമുന്തിരി മാത്രമാണോ എന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ശരി, അപ്പൊ എന്തായാലും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. റൈസിൻ പുഡിംഗ് മോഡൽ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ റൈസിൻ ബൺ മോഡൽ എന്ന് വിശേഷിപ്പിക്കാം. റൈസിൻ ബൺ മോഡൽ. KFC നിന്നൊക്കെ നിങ്ങൾ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബർഗർ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ആ ബർഗറിന്റെ മുകളിൽ ഉണക്കമുന്തിരി കിട്ടിയിട്ടുണ്ടോ? ഫ്രൈഡ് ചിക്കനും അതിന്റെ മുകളിൽ ഉണക്കമുന്തിരിയും വെച്ചിട്ടാണോ ആ ബർഗറിലൊക്കെ? ഇല്ല. അവിടെ യഥാർത്ഥത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന്. അതായത് നമുക്ക് അതിന്റെ മുകളിൽ, ഷൈന, അതിന്റെ മുകളിൽ ഇടുന്ന ഒരു വെള്ള പൊടി പോലത്തെ സാധനം, ധാന്യങ്ങൾ പോലെ. വെരി ഗുഡ്. രേവതിയൊക്കെ KFC ഇറങ്ങാറേ ഇല്ല പുറത്ത്. ധാന്യങ്ങൾ പോലെ കുറെ ഐറ്റങ്ങളുണ്ട്. ആ സാധനങ്ങളെയാണ് യഥാർത്ഥത്തിൽ റൈസിൻ ബൺ മോഡൽ എന്ന് തോന്നി. ഇയാൾക്കൊക്കെ ഓരോന്ന് കഴിക്കുമ്പോൾ വരെ ആറ്റത്തിനെ കുറിച്ചുള്ള ചിന്തയാണ്. നമ്മൾ ഇപ്പം ബുക്കടച്ചാൽ അവിടെ തീരും നമ്മൾ ആറ്റം. അതുകൊണ്ടാണ് JJ തോംസൺ ഇവിടെ ഇരിക്കുന്നതും നമ്മൾ അവിടെയും ഇവിടെ ഇരിക്കുന്നതും. ഓക്കെ, അപ്പോ റൈസിൻ പുഡിംഗ് മോഡൽ, റൈസിൻ ബൺ മോഡൽ എന്ന് വിശേഷിപ്പിക്കാം. എങ്കിൽ ഈ മാതൃക തന്നെ മോളിക്കുലർ മോഡൽ എന്നും പലപ്പോഴും വിശേഷിപ്പിക്കും. മോളിക്കുലർ മോഡൽ അപ്പോ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നോക്കൂ, തണ്ണിമത്തൻ മാതൃക, വാട്ടർമെലൻ മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ, റൈസിൻ ബൺ മോഡൽ, മോളിക്കുലർ മോഡൽ. ഇതെല്ലാം ആവിഷ്കരിച്ചത് ഒരേ ഒരു വ്യക്തിയാണ്, JJ തോംസൺ. എന്ത് തോന്നുന്നു JJ തോംസണോട്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? യെസ്, റെസ്പെക്ട് തോന്നുന്നു. വെരി ഗുഡ് ഹമീസ്. റെസ്പെക്ട് തോന്നുന്നു. ചിലർക്കും അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഇതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് ഒരാളുടെ പേര് പഠിച്ചാൽ മതിയല്ലോ എന്ന രീതിയിൽ ഓരോരാളും ഓരോന്നാണ് കണ്ടെത്തിയതെങ്കിൽ ഓരോ പേര് പിടിച്ചു. അങ്ങനെയും ചിലർ എന്നെ ആഗ്രഹിക്കുന്നു. ശരി, ഓക്കെ. അപ്പൊ രണ്ട് മാതൃകകളാണ്. ഓക്കെ, അതെ, ദീപയൊക്കെ അങ്ങനെ ഒരു കുഴപ്പമില്ല. വർഷം കുറയായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അതൊക്കെ അതിന്റെ ഏത് രീതിയിലാണ്? ഓക്കെ മിഷ, റെസ്പെക്ട്, കുഴപ്പമില്ല. നോക്കാം. നാളെ നമുക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, നാളെ ഒരു ദോശയൊക്കെ തിന്നുമെങ്കിൽ നോക്ക്, അതിൽ ചില ഓട്ടകൾ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്കത് ഇലക്ട്രോണുകളായി തോന്നും. മാറാം, മോഡലുകൾ വരാം. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം നിങ്ങൾ ഒരു ഇഡലിയൊക്കെ കാണുമ്പോൾ. പോട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും അടുത്ത മാതൃകകൾ എത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആറ്റത്തിൽ ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഇങ്ങനെ വേവ് പോലെയാണ്. ഇതിനെയാണ് തരംഗ യാന്ത്രിക മാതൃക അഥവാ വേവ് മെക്കാനിക്കൽ മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണിത്. തരംഗ യാന്ത്രിക മാതൃക, വേവ് മെക്കാനിക്കൽ മാതൃക, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്നൊക്കെ വിശേഷിപ്പിക്കും. ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. എന്റെ ചോദ്യം, ആരാണ് തരംഗ യാന്ത്രിക മാതൃക ആവിഷ്കരിച്ചത്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആറ്റത്തിന്റെ തരംഗ യാന്ത്രിക മാതൃക ആവിഷ്കരിച്ചത് ഇർവിൻ ഷ്രോഡിഞ്ചർ എന്ന് പറയുന്ന വ്യക്തിയാണ്. നിർബന്ധമായും ഓപ്ഷനിൽ മാക്സ് പ്ലാങ്കും ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലും ഒക്കെ കാണും. അവരൊക്കെ പ്രകാശവുമായി ബന്ധപ്പെട്ടവരാണ്. അവർക്ക് ആറ്റവുമായി യാതൊരു ബന്ധവുമില്ല. ഓയ് ഓയ്, ഇവിടെ കേൾക്ക്. JJ തോംസൺ ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെയാണ് ആറ്റം. അല്ലാതെ മാക്സ് പ്ലാങ്കോ ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലോ ഇവരൊക്കെ വരുമ്പോ അത് പ്രകാശത്തിന്റെ കേസിലാണ്. അല്ലാതെ അവരാറ്റത്തിൽ കൊണ്ടിടരുത്. തരംഗ യാന്ത്രിക മാതൃക ആവിഷ്കരിച്ചത് ഇർവിൻ ഷ്രോഡിഞ്ചറാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു, എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിള്ളേരെ ഓപ്പൺ ആയിട്ട് വിളിച്ചു പറഞ്ഞാണ്, സാർ ന്യൂക്ലിയസ് കണ്ടെത്തിയ ധാര എന്ന് പരീക്ഷയ്ക്ക് ചോദ്യമുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് റൂദർഫോർഡ് ഓപ്ഷനിൽ ഇല്ല.
1 മാർക്ക് ഉറപ്പിച്ചു. അപ്പോഴേക്കാണ് ഞാൻ നോക്കിയത് ഏത് ന്യൂക്ലിയസാ ചോദ്യം. ഇങ്ങനെ ഒരു പരീക്ഷ ക്വസ്റ്റ്യൻ ഉള്ളതാണ് BSc ക്ക്. അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം ആ ചോദ്യം. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരെന്നേ ഉള്ളു ചോദ്യം. വെരി ഗുഡ് ഹമീസ്, വെരി ഗുഡ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരെന്ന് ചോദ്യം. അവര് നോക്കി റൂദർഫോർഡ് ഉണ്ടോ, ഇല്ല. BSc ക്ക് തെറ്റി. 1 മാർക്ക്, യെസ്, കിട്ടി. അങ്ങനെ ചിന്തിക്കരുത്. അത് മറ്റേതിലെ ന്യൂക്ലിയസ് ആണ്. അതാരാ കണ്ടെത്തിയത്? കോശത്തിലെ ന്യൂക്ലിയസ്. റോബർട്ട് ബ്രൗൺ. റോബർട്ട് ബ്രൗൺ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്നു, റോബർട്ട് ബ്രൗൺ എന്ന് പറയുന്നു. നിങ്ങൾ തന്നെ തല്ലി തീരുമാനിക്കുക. അതിന് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. ഓക്കെ, അത് അനസ് പറഞ്ഞിരിക്കുന്നത് ബ്രോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു വെച്ചു. കൊള്ളാം. റോബർട്ട് ബ്രൗൺ, ബ്രോ. ഓക്കെ, ഭാവന. വെരി ഗുഡ്, വെരി ഗുഡ്. ശരി. അപ്പൊ തരംഗ യാന്ത്രിക മാതൃക, അങ്ങനെയുള്ള മാതൃകയെ കുറിച്ച് നമ്മളിവിടെ വ്യക്തമായി പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരാൾക്ക് തോന്നി ഈ സാധനം ബില്യാർഡ് ബോൾ മോഡലാണ്. ബില്യാർഡ് ബോൾ മോഡലാണ്. ആരാണ് ആറ്റത്തിന്റെ ബില്യാർഡ് ബോൾ മോഡൽ ആവിഷ്കരിച്ചത്? എന്തെങ്കിലും ഐറ്റുണ്ടോ? വെരി ഗുഡ് കണ്ണൻ, വെരി ഗുഡ്, വെരി ഗുഡ്. ബില്യാർഡ് ബോൾ മോഡൽ ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ബില്യാർഡ് ബോൾ മോഡൽ ആവിഷ്കരിച്ചത് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. എങ്കിൽ ഞാൻ പഠിപ്പിച്ച ഒത്തിരി മോഡലുകളുണ്ട്. സൗരയൂഥ മാതൃക, പ്ലാനറ്ററി മാതൃക, വേവ് മെക്കാനിക്കൽ മോഡൽ, ബില്യാർഡ് ബോൾ മോഡൽ. ഇതിൽ ഏറ്റവും ആദ്യത്തെ ആറ്റം മാതൃക എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? പ്ലം പുഡിംഗ് മോഡൽ. വെരി ഗുഡ്. ഏറ്റവും ആദ്യത്തെ ആറ്റം മാതൃക എന്ന് പറയുന്നത് ചർച്ച വന്നത് പ്ലം പുഡിംഗ് മോഡലാണ്. നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. ആദ്യമായി ബർത്ത്ഡേക്കാണ് കേക്ക് മുറിച്ചത്. ഫസ്റ്റ് ബർത്ത്ഡേക്കാണ് കേക്ക് മുറിച്ചത്. അപ്പൊ ആദ്യമായി ബർത്ത്ഡേ അവിടെയാണ് പ്ലം കേക്ക് ഉണ്ട്, പ്ലം പുഡിംഗ് മോഡൽ. എങ്കിൽ ഏറ്റവും അംഗീകാരം നൽകിയ ആറ്റം മാതൃക ആരുടേത്? ഏറ്റവും അംഗീകാരം നൽകിയ ആറ്റം മാതൃക BSc ചോദ്യമാണ്, അറിയാം, പറഞ്ഞു. നീൽസ് ബോർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഏറ്റവും അംഗീകാരം നൽകിയ ആറ്റം മാതൃക നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയാണ്. അപ്പൊ ഈ നീൽസ് ബോർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ ആറ്റം മാതൃക ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ള വളരെ പ്രാധാന്യം നിറഞ്ഞ സെക്ഷനാണ് നീൽസ് ബോറിന്റെ ആറ്റം മാതൃക എന്ന് പറയുന്നത്. അതായത് ഞാനും നിങ്ങൾ ഇത്രയും കാലം വരച്ച് പഠിച്ചില്ലേ, അതുപോലെയാണ്. അതായത് നടുവിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. കൂടാതെ ഇലക്ട്രോണുകളെല്ലാം ഇങ്ങനെ കറങ്ങുന്നു. ഇതാണ് ഞാനും നിങ്ങളും കാലാകാലങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആറ്റം എന്നറിയപ്പെടുന്ന സാധനം. നോക്ക്, ആറ്റം മാതൃകയാണ് സാർ പറഞ്ഞത്. സൗരയൂഥവും പ്ലാനറ്ററിയും ന്യൂക്ലിയറും ആവിഷ്കരിച്ചത് റൂദർഫോർഡാണ്. തണ്ണിമത്തനും പ്ലം പുഡിങ്ങും റൈസിൻ ബണ്ണും റൈസിൻ പുഡിങ്ങും മോളിക്കുലർ മോഡലും വാട്ടർമെലൺ മോഡലും ആവിഷ്കരിച്ചത് JJ തോംസൺ ആണ്. ആറ്റത്തിന്റെ തരംഗ യാന്ത്രിക മാതൃക, വേവ് മെക്കാനിക്കൽ, ക്വാണ്ടം മെക്കാനിക്കൽ ആവിഷ്കരിച്ചത് ഇർവിൻ ഷ്രോഡിഞ്ചർ ആണ്. ഏറ്റവും അംഗീകാരം നൽകിയ ആറ്റം മാതൃക നീൽസ് ബോറിന്റെയാണ്. ഏറ്റവും ആദ്യ മാതൃക എന്ന് വിശേഷിപ്പിക്കാവുന്നത് പ്ലം പുഡിംഗ് മോഡലാണ്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞു, ബില്യാർഡ് ബോൾ മോഡൽ എന്നറിയപ്പെടുന്നത് JJ തോംസന്റെ ആറ്റം മാതൃകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആറ്റം മാതൃകയിൽ പറഞ്ഞത്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു. പറയാമോ? ഏതാണോ ബോർ മോഡൽ? നീൽസ് ബോറിന്റെ മോഡലിലേക്ക് നമ്മൾ പോവുകയാണ്. ബോറിനെ കുറിച്ചാണ് ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നത്. ബോർ, നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് കത്തും. ശരി, ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ ഒരു ബില്യാർഡ് ബോൾ എന്ന് പറഞ്ഞൊരു സാധനമില്ല, ബില്യാർഡ് കളി. അതായത് ബില്യാർഡിന് ഇപ്പൊ ഞാൻ പറയാം, ചില സിനിമയിലൊക്കെ പോലീസ് ക്ലബൊക്കെ കാണിക്കുമ്പോൾ ആദ്യം കാണിക്കുന്ന ഒരു സാധനമുണ്ട്. അല്ലെങ്കിൽ വില്ലനെ കാണിക്കുമ്പോൾ വില്ലൻ ഒരു കപ്പിൽ ലേശം മദ്യവും
പിന്നീട് ഒരു പച്ച ബോർഡിൽ ഇങ്ങനെ തട്ടുന്നതായിരിക്കും. അപ്പോഴേക്കായിരിക്കും ആളുടെ ഏതെങ്കിലും സിനിമ കണ്ടവർ പറയണം, ഏത് സിനിമയാണ് അതിലുള്ളത്? കുത്തിയിടുന്നത്. അത് ഏതെങ്കിലും സിനിമയിൽ, എത്ര സിനിമയിലുണ്ട്? സ്നൂക്കർ. ആ സാധനം തന്നെ. മിന്നാരം. മിന്നാരത്തിലുണ്ട്. കമ്മീഷണർ. കണ്ട പടം. ഓക്കെ, മിന്നാരത്തില് കമ്മീഷണർ. അപ്പൊ അതുപോലെ ഇങ്ങനെ ബോർഡുകൾ പോലെ അതൊക്കെ കാണുമ്പോൾ ദൈവ വെരി ഗുഡ് വെരി ഗുഡ്. അതിവൻ. അതാ മതി മതി മതി, അന്താക്ഷരി അല്ല. അപ്പൊ അതുപോലെ ആറ്റത്തിൽ ഇങ്ങനെ ഇലക്ട്രോണുകൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു ഓർമ്മയാന്ന് നോക്കി. എനിക്ക് തോന്നുന്നു മിന്നാരമൊക്കെ 93 ഇറങ്ങിയ പടമാന്ന് തോന്നുന്നു. ഇപ്പോഴും അതിലത്തെ ഓരോ സാധനങ്ങൾ ഓർക്കുന്നു. 2000-ന് ശേഷം പഠിച്ചതാണ് ഈ സാധനമൊക്കെ. അത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ. കുറ്റമല്ല, നിങ്ങൾ നമ്മളോട് ചോദിച്ചാലും അത് തന്നെയാണ് അവസ്ഥ. ഓക്കെ, അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ സിനിമ എന്ന് പറയുന്ന സാധനം എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് പുതിയ പഠന രീതിയിൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പോകുന്നത്. നമ്മളെയൊക്കെ പഠിപ്പിച്ച കുറെ ടീച്ചർമാരുണ്ട്, അല്ല സാറന്മാരുണ്ട്. വർഗീസ് മാഷ്, തങ്കമ്മ ടീച്ചർ, മേരിക്കുട്ടി ടീച്ചർ, ഇങ്ങനെ കുറെ ടീച്ചർമാരുണ്ട് അല്ലെ? എല്ലാവർക്കും ഉണ്ടാവും. സാവിത്രി ടീച്ചർ, ഇങ്ങനെ കുറെ ടീച്ചർ. ഇവരൊക്കെ പഠിപ്പിച്ചത് പണ്ട് പുസ്തകം വായിക്കുക, പറഞ്ഞു തരും. പക്ഷെ ഇന്നത്തെ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഭയങ്കര രസമാണ്. പോയി കാണുക തന്നെ വേണം. അവരാദ്യം പറഞ്ഞു കൊടുക്കും, എന്നിട്ട് എക്സ്പെരിമെന്റ് കാണിച്ചു കൊടുക്കും, ഇല്ലെങ്കിൽ ഭിത്തിക്ക് മറ്റേ പ്രൊജക്ടർ വെച്ചിട്ട് കാണിച്ചു കൊടുക്കും, എന്നിട്ട് അതിലൂടെ ഇത് ചെയ്യുന്നത് കാണിക്കും, അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണിക്കും. അപ്പൊ പിള്ളേരുടെ മനസ്സിൽ ആ സാധനം അങ്ങ് കീറി പറ്റുകയാണ്. നമ്മളോട് ഇപ്പോഴും എന്താണ് ഓർമ്മ എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അവസാനത്തെ ഒരു PT പീരീഡ് അല്ലേ? പ്രത്യേകിച്ച് ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ചൊന്നും വലിയ പിടിയൊന്നുമില്ല. അവസാനത്തെ ഒരു PT പീരീഡ് ഒക്കെ നമ്മൾ ഒരിക്കലും മറന്നിട്ടുണ്ടാവില്ല. പോട്ടെ, ബാല്യകാലത്തിലേക്ക് പോകണം. അപ്പോ പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, ഒരു ആറ്റം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോണുകളെല്ലാം കറങ്ങും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, സൗരയൂഥത്തിലെ കറങ്ങുന്ന ഗ്രഹങ്ങളെല്ലാം ഓക്കെ, പക്ഷെ ഒരിക്കലും അവരുടെ സഞ്ചാര പാത വിട്ട് പുറത്തേക്ക് പോകാറില്ല. അവർ തമ്മിൽ കൂട്ടിമുട്ടാതെ അവരുടേതായ സഞ്ചാര പാത നിലനിർത്തുന്നു. അപ്പോൾ ഒരു പുഷ്പത്തിൽ തേൻ നുകരുവാൻ ചുറ്റുന്ന വണ്ടുകളെ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൂമ്പാറ്റകളെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതൊന്നും കാണാൻ സമയമില്ല. ഇന്നെവിടെ പൂമ്പാറ്റയുണ്ട്, ഇന്നെവിടെ വണ്ടുണ്ട്, തുമ്പികൾ എവിടെയുണ്ട്, ഇതൊന്നും കാണാൻ പറ്റാത്തവര് വീട്ടിൽ ചിലപ്പോൾ പഴമൊക്കെ മേടിച്ചിട്ട് തിന്നാതെ കുറെ പച്ച മുന്തിരിയൊക്കെ മേടിച്ചിട്ട് ഭയങ്കര ആവേശത്തോടു കൂടി മേടിക്കും. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് അത് വെള്ളത്തിലിട്ട് കഴുകി തിന്നാനുള്ള മടി കൊണ്ട് അത് അവിടെ വെക്കും, ഫ്രിഡ്ജിന്റെ മുകളിലോ മേശപ്പുറത്തോ. ആ വെച്ചൊരു 2 ദിവസം കഴിയുമ്പോൾ അതിൽ കുറെ ഈച്ചകൾ വന്നിരിക്കാറുണ്ട്. ഐ മീൻ കുഞ്ഞ് ഈച്ചകൾ. ഇല്ലെ, എല്ലാ വീട്ടിലും ഇതുപോലെ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഈച്ചകൾ ഇങ്ങനെ പാറിപ്പറക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവർക്കൊരു വലിയ ഡിസിപ്ലിൻ ഉണ്ട്. അവരെത്രമാത്രം കുഞ്ഞ് ഈച്ചകൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഇല്ലേ, ആ സാധനത്തിന് എന്താ പറയുന്നത്? ഈ പഴത്തിലൊക്കെ ഇരിക്കുന്ന സാധനം, പഴുത്ത കുറ്റി ഈച്ചയോ, പ്രൊഫഷണൽ പേരുകളൊക്കെയാണ്. കുരുട്ടീച്ച. ഓക്കെ, കുരുട്ടീച്ച. ശരി, കണ്ണീച്ച. കണ്ണീച്ച. സാധനം കത്തിയല്ലോ. കുരുട്ടീച്ച. ഓക്കെ. അപ്പൊ ഈ സാധനങ്ങൾ ഇങ്ങനെ പാറിപ്പറക്കുന്ന ഒന്ന് നാളെ ശ്രദ്ധിക്കണം മക്കൾ. ഏതെങ്കിലും 2 കുരുട്ടീച്ചകൾ തമ്മിൽ പറക്കുന്ന സമയത്ത് കൂട്ടിമുട്ടി നിലത്ത് വീണ് പടഞ്ഞ് മരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരെത്ര എണ്ണം ഉണ്ടെങ്കിലും തമ്മിൽ കൂട്ടിമുട്ടാതെ അവരുടേതായ സഞ്ചാരപാത നിലനിർത്തുന്നു. ഇതുപോലെ ന്യൂക്ലിയസിനെ ചുറ്റുന്ന ഇലക്ട്രോണുകൾ എത്ര ഉണ്ടായിക്കോട്ടെ, അവര് തമ്മിൽ കൂട്ടിമുട്ടാതെ അവരുടേതായ ഒരു സഞ്ചാരപാതയിൽ പോകുന്നു. ഈ സഞ്ചാരപാതയെയാണ് കെമിസ്ട്രിയിൽ വെരി ഗുഡ്, അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കുന്നത്. വെരി ഗുഡ് അഞ്ജന. യെസ്, ന്യൂക്ലിയസിനെ ചുറ്റുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. ന്യൂക്ലിയസിനെ ചുറ്റുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ന്യൂക്ലിയസിനെ ചുറ്റുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. മക്കളെ, ആരാണ് ഈ ആശയം കണ്ടെത്തിയത്? ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന്റെ പഴയ ക്വസ്റ്റൻ ആണ്. പറഞ്ഞോ.
വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ഫംഗ്ഷൻ ആണ് നീൽസ് ബോർ എന്ന് പറയുന്നത്. ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന ആശയം കണ്ടെത്തിയ വ്യക്തി യെസ് നീൽസ് ബോർ. അപ്പൊ ഏകദേശം നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നുണ്ടാവും. അത് അവസാനം നമ്മളെ കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കൂ, ന്യൂക്ലിയസിനെ ചുറ്റുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്. എങ്കിൽ ഓർബിറ്റ് എന്ന ആശയം കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അത് നീൽസ് ബോർ തന്നെയാണ്. ഓർബിറ്റ് എന്ന ആശയം കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. എങ്കിൽ നമ്മുടെ ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക്, അതായത് ഇത് ഒന്നാമത്തെ ഷെല്ല്, നമുക്ക് എന്താ വെറുതെ ഒന്നാമത്തെ ഷെല്ല്, ഇത് രണ്ടാമത്തെ ഷെല്ല്, ഇത് മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്, അഞ്ചാമത്തെ ഷെല്ല്, ഇങ്ങനെ ഷെല്ലുകൾ പറയും. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്, ഒരു നിശ്ചിത എനർജി ഉണ്ട്, ഒരു മിനിമം എനർജി ഉണ്ട്. ഒന്നാമത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് ഒരു ഊർജ്ജം ഉണ്ടാകാം, രണ്ടാമത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് വേറൊരു ഊർജ്ജം ഉണ്ടാകാം, മൂന്നാമത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകൾക്ക് ഒരു ഊർജ്ജമുണ്ട്. ശരിയല്ലേ? അപ്പൊ അടുത്ത പോയിന്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്, ഒരു നിശ്ചിത ഊർജമുണ്ട്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. ആയതിനാൽ ഷെല്ലുകളെ ഊർജ നിലകൾ എന്നോ എനർജി ലെവൽസ് എന്നോ അറിയപ്പെടുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. വെരി ഗുഡ് അമൃത, കണ്ണൻ, സൽഫിയ, വെരി ഗുഡ്. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്. ഓർബിറ്റ് എന്ന ആശയം കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. ആയതിനാൽ ഷെല്ലുകളെ ഊർജ നിലകൾ അഥവാ എനർജി ലെവൽസ് എന്നറിയപ്പെടുന്നു. ഷെല്ലുകളെ ഊർജ നിലകൾ അഥവാ എനർജി ലെവൽസ് എന്നറിയപ്പെടുന്നു. ഞാൻ പറഞ്ഞ പോയിന്റുകൾ ഓക്കെയാണോ? ഉറക്കം മാടി വിളിക്കുന്നുണ്ടാവും, ബാ 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 ബാ, പോവരുത്, പിടിച്ചു നിൽക്കുക, ഉറങ്ങിപ്പോവരുത്, മടുക്കരുത്, വിശപ്പുണ്ടാവും, അതിൻ്റെ ഇടയിൽ കഴിച്ചവരൊക്കെ ഉണ്ടാവും. വെരി ഗുഡ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ കഴിച്ചവരൊക്കെ ഉണ്ടാവും. ബാക്കി സത്യമായി പറയുന്നു, നിങ്ങൾ പരമാവധി ക്ലാസിന്റെ രീതിയിൽ തന്നെ ഇരിക്കാൻ നോക്കണം, മടുക്കാതെ. നിങ്ങൾ നോക്കിയാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോ അടുത്ത കഴിയും. അപ്പൊ ഏകദേശം 10 മണി കഴിയും. കുഴപ്പമൊന്നുമില്ല, അതുപോലെ തന്നെ ഇരിക്കണമെന്നല്ല, എന്നാലും ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു അന്തരീക്ഷം വരണം. ചിലര് ചെവിയിലൊക്കെ വെച്ചിട്ട്, എന്റെ ചേച്ചിയുടെ മോനൊക്കെ കാണാം, ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് TV കണ്ടുകൊണ്ടിരിക്കും. ടീച്ചർ ചോദിക്കുമ്പോൾ ചാടി മുറ്റത്താൻ. അങ്ങനെ ആയി പോകരുത്. ദയവ് ചെയ്ത് പൂർണ്ണ ശ്രദ്ധയോട് കൂടി ഇരിക്കണം. ഓക്കെ, ന്യൂക്ലിയസിനെ ചുറ്റും ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല്. ആശയം കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതുകൊണ്ട് ഷെല്ലുകളെ ഊർജ്ജ നിലകൾ അഥവാ എനർജി ലെവൽസ് എന്നറിയപ്പെടുന്നു. അപ്പൊ ശാസ്ത്ര ലോകത്തിന് സംശയം, എന്ത് സംശയം? ഒരു കസേര കളിയാണെങ്കിൽ ഒരു പകുതി റൗണ്ട് ആവുമ്പോൾ റഫറി പറയും, ഇനി എല്ലാവരും തിരിച്ചു കറങ്ങിക്കോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? നമ്മളെല്ലാം ഒരു ദിശയിലേക്ക്, ഇപ്പൊ ക്ലോക്ക് വൈസ് ആണ് കറങ്ങിയതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ റഫറി പറയും, ഇനി ആന്റി ക്ലോക്ക് വൈസ് കറങ്ങിക്കോ, നേരെ തിരിച്ചു കറങ്ങി. എന്തിനാണ് റഫറി ഈ ഒരു ഡയലോഗ് അവിടെ അടിക്കുന്നത്? ആന്റി ക്ലോക്ക് വൈസ് കറങ്ങിക്കോ എന്ന് പറയാൻ എന്താണ് കാരണം? അതായത് കുറെ നേരം ഒരു സാധനത്തിന് ചുറ്റിക്കൊണ്ടിരുന്നാൽ നമുക്ക് അവിടെ ഒരു തലകറക്കം ഫീല് ചെയ്യാം, ഇല്ലേ? സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാം. വെരി ഗുഡ് കൃഷ്ണ, വെരി ഗുഡ്. നമുക്ക് അവിടെ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും. എന്നിട്ട് ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടിട്ട് അവൻ അതിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ തോന്നി, ഓരോ ഷെല്ലിലും ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം ഉണ്ടല്ലോ, ഇത് കറങ്ങുന്നതിനനുസരിച്ച് വെരി ഗുഡ് ശരൺ, വെരി ഗുഡ്. ഇത് കറങ്ങുന്നതിനനുസരിച്ച് ഇവരുടെ ഊർജത്തിന് വ്യത്യാസം ഉണ്ടാവാലോ. അപ്പൊ ഇവര് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടണ്ടേ? അപ്പൊ ഇത് ഓർബിറ്റ് എന്ന കൺസെപ്റ്റ് തെറ്റ്. അവിടുന്ന് പറഞ്ഞു,
അല്ലെങ്കിൽ ശാസ്ത്രലോകം മനസ്സിലാക്കിയ ഒരു കൺസെപ്റ്റ്, ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം, ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് യെസ്, വെരി ഗുഡ്, ഊർജം അതാ കൂടുകയോ കുറയുകയോ ഇല്ല. അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കൂടുകയോ കുറയുകയോ ഇല്ല. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ഇല്ല. അതുകൊണ്ടാണ് ഇതിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാതെ ഇതിങ്ങനെ കറങ്ങുന്നത്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം നഷ്ടപ്പെടുകയോ ലഭിക്കുകയോ കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ശരി, ഓക്കെ ആണല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ് മക്കളെ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എന്റെ കുട്ടികളോട് ഒരു ചോദ്യം: നിങ്ങൾക്ക് എന്റെ ക്ലാസ് മടുക്കുന്നോ? സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവര്, സയൻസ് പണ്ട് വിട്ടവർക്ക് മടുപ്പ് തോന്നുന്നോ? ഇല്ല, ദയവ് ചെയ്ത് മടുക്കരുത്. സയൻസ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ചെറിയൊരു മടുപ്പൊക്കെ തോന്നുന്നുണ്ടാവും. കാരണം ഇതിങ്ങനെ ഇത്രയൊന്നും സിമ്പിൾ ആയിട്ട് വേണോ? ഓ ഇല്ല, ഓക്കെ. അപ്പൊ മടുക്കാത്ത രീതിയിൽ, യെസ്, രണ്ടുപേരും മടുക്കാത്ത രീതിയിൽ പിടിച്ചിരിക്കുക. സയൻസ് അറിയുന്നവനും അറിയാത്തവനും പിടിച്ചിരിക്കുക. കാരണം എല്ലാവരും ഒരുപോലെ കൊണ്ടുപോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് PSC അധ്യാപകർ എന്ന് പറയുന്നത്, ഈ ഫീൽഡിൽ പഠിപ്പിക്കുന്നവർക്ക് അറിയാം, ഭീകരമായ പണിയാണ്. നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് ഇങ്ങനെ നിൽക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ ഞാൻ എടുത്ത് മടുത്തതാണ്. ഇപ്പൊ ഒരു 1.5 വർഷം സത്യമായിട്ട് ലീവാണ് ഈ ഒരു ഫീൽഡിൽ നിന്ന്. ഓൺലൈൻ ക്ലാസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം, പെട്ടുപോകും. കാരണം അതിനകത്ത് 10ാം ക്ലാസ് സയൻസ് വിട്ടവനുണ്ടാവും, അതിനകത്ത് +2 സയൻസ് വിട്ടവനുണ്ടാവും, അതിനകത്ത് PhD കാരനുണ്ടാവും, എന്റെ വിഷയം തന്നെ PhD എടുത്തവനുണ്ടാവും, അതിനകത്ത് ഡോക്ടർമാരുണ്ടാവും. ഇതൊന്നും വെറുതെ പറഞ്ഞല്ല, ഡോക്ടർമാരൊക്കെ ഉണ്ട്, പഠിപ്പിക്കുമ്പോഴൊക്കെ അറിയുന്നത്. സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ വലിയ സംഭവമാണ്. അപ്പൊ ഇവരെയൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പോലീസുകാര്, എത്ര പേരാണ് തിരുവനന്തപുരത്തിലെ പോലീസുകാരൊക്കെ, ഇവരൊക്കെ പല ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ട്യൂഷൻ എടുക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് 8ാം ക്ലാസ്സിൽ വരുന്ന വിദ്യാർത്ഥികളെല്ലാം 7ാം ക്ലാസ് പാസ്സായവരായിരിക്കും. 9ാം ക്ലാസ്സിൽ വരുന്ന വിദ്യാർത്ഥികളെല്ലാം 8ാം ക്ലാസ് പാസ്സായവരായിരിക്കും. 10ൽ വരുന്ന വിദ്യാർത്ഥികളെല്ലാം 9 പാസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരില്ല. PSCക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്ക്, ഭീകരമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പോകാം. അങ്ങനെ പറയാറുള്ളൂ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്നെ പ്രാകാതെയും ഞാൻ പ്രാകാതെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സർവ്വതും ക്ഷമിച്ചിട്ട് പോകാം. ദേഷ്യം വരുമ്പോൾ വെള്ളമൊക്കെ കുടിക്കുക, കയ്യിൽ ഒരു 2 പ്രാവശ്യം മുള്ളയൊക്കെ ചെയ്യുക. അപ്പൊ അതൊക്കെ പൊക്കോളും. ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൂ. നമ്മുടെ നാട്ടിലൂടെ കുറെ റോഡുകൾ പോകും. ആ റോഡുകൾക്കെല്ലാം പല പല നാമധേയങ്ങളും ഉണ്ടാകാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വലിയ NH47, NH66 എന്ന് പറയുന്ന ഹൈവേകൾ ഉണ്ടാകാം. ഇത് കൂടാതെ MG റോഡ് ഉണ്ടാവാം. പല പേരും ഞാൻ മറന്നുപോയി. പിന്നെ ചെറിയ ചെറിയ വഴികൾക്ക് വരെ പേരുകളുണ്ട്, ഇല്ലേ? നിങ്ങളുടെയൊക്കെ സെന്റർ എടുക്കുന്നിടത്ത് നേരെ അതിന്റെ ഓപ്പോസിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പറയും ഇത് ബീവറേജ് റോഡ്, ഇത് പോസ്റ്റ് ഓഫീസ് റോഡ്, ഇത് പല പേരുകളുണ്ട്. ഓരോ റോഡിനും ഓരോ പേരുകളുണ്ട്. യെസ്, ചെറിയ ചെറിയ റോഡുകൾക്ക് വരെ പേരുകളുണ്ട്. ഇതുപോലെ ഷെല്ലുകളെ തിരിച്ചറിയാൻ കെമിസ്ട്രിയിൽ നാമധേയങ്ങളുണ്ട്, അല്ലെ? ഈ നാമധേയങ്ങളാണ് KLMN എന്ന പേരിൽ അറിയപ്പെടുന്നത്. KLMN എക്സെട്ര. ഇവ ഷെല്ലുകളെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. KLMN ഇവ ഷെല്ലുകളെ സൂചിപ്പിക്കുന്നു. KLMN ഇവ ഷെല്ലുകളെ സൂചിപ്പിക്കുന്നു.
യെസ്. അങ്ങനെയെങ്കിൽ എടാ ഇതൊന്നുമില്ല. എന്താ ഇതിന്റെ അർത്ഥം എന്ന് ഞാൻ പറയുന്നത്? ന്യൂക്ലിയസിനടുത്തുള്ള ഫസ്റ്റ് ഷെല്ല്, ഒന്നാമത്തെ ഷെല്ലിനെ കെ എന്ന് വിളിച്ചു. ന്യൂക്ലിയസിനടുത്തുള്ള രണ്ടാമത്തെ ഷെല്ലിനെ എൽ എന്നും 3നെ എം എന്നും 4നെ എൻ എന്നും വിളിച്ചു. KLM എന്ന് ഇവ ഷെല്ലുകളെ സൂചിപ്പിക്കും. ശരി. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്, ഇപ്പൊ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ട് സാർ. ഉണ്ട്. എല്ലാ ദിവസവും ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. നിങ്ങൾ ഒരു ബെഞ്ചിൽ എത്ര പേരാണ് ഇരിക്കുന്നത്? 2 പേര്. 2 പേരാണ് ഇരിക്കുന്നത്. കൊറോണയ്ക്ക് മുമ്പ് ഒരു ബെഞ്ചിൽ തന്നെ 5ഉം 6ഉം പേര് ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പൊ 2 പേരാണ് ഇരിക്കുന്നത്. മൂന്നാമതായി ഓക്കെ നിഷ 4 പേരിരിക്കുന്നു. ഓക്കെ, 5ാമതായി ഒരാൾ വന്നാൽ നിങ്ങൾ എവിടെ ഇരിക്കും? അടുത്ത ബെഞ്ചിലേക്ക് ഇരിക്കും. അതായത് ഒരു ബെഞ്ചിൽ ഉൾപ്പെടുത്താവുന്ന പരമാവധി കുട്ടികൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ബേസിക്കലി ഒരു സ്റ്റാൻഡേർഡ് ബെഞ്ചിൽ 5 അല്ലെങ്കിൽ 6 പേരെ വരെ വലുതായിട്ടുള്ള ഒരു ബെഞ്ചിൽ ഉൾപ്പെടുത്താം. 7ാമത് വരുന്നവൻ നിർബന്ധമായും അടുത്ത ബെഞ്ചിലേക്ക് പോകണം. ഇതുപോലെ ഒരു ബെഞ്ചിൽ ഉൾപ്പെടുത്താവുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ലിമിറ്റ് എന്നതുപോലെ ഒരു ഷെല്ലിൽ ഉൾപ്പെടുത്താവുന്ന ഇലക്ട്രോണുകൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്. വെരി ഗുഡ്. അത് ഒരു സമവാക്യത്തിന്റെ ഒരു ഇക്വേഷന്റെ സഹായത്തോടു കൂടിയാണ് പറയുന്നത്. ഒരു ഷെല്ലിൽ ഉൾപ്പെടുത്താവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2n² എന്നറിയപ്പെടുന്നത്. 2n². ഇക്വേഷൻ കണ്ട് നിങ്ങൾ ഞെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2n² ആണ് ഒരു ഷെല്ലിൽ. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ബെഞ്ചിൽ ഉൾപ്പെടുത്താവുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ലിമിറ്റ് എന്നതുപോലെ തന്നെ ഒരു ഷെല്ലിൽ ഉൾപ്പെടുത്താവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 2n² എന്ന സമവാക്യത്തോടു കൂടിയാണ് അത് പഠിക്കുന്നത്. 2n² എന്ന സമവാക്യം. അതായത് n = 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ല്, അത് കെ ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. കെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2 × 1² ആണ്. 2 × 1². That means 2 ഇലക്ട്രോൺ. That means കെ എന്ന് പറയുന്ന എന്റെ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾക്ക് ഇരിക്കാനുള്ള യോഗ്യതയേ ഉള്ളൂ. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ സർ. പ്രിയ, മോഹിഷ, നിഷ, യെസ്, ദീപ, ഓക്കെ, രേവതി, അഞ്ജന, ആശ, ഷൈജു, എല്ലാവരും ക്ലിയർ ആണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രമ്യ, ശരി. രജിത്ര, അമൃത, ഓക്കെ. n = 2 എന്ന് പറയുന്നത് ഷൈന എൽ ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. എൽ ഷെല്ലിൽ ഉൾപ്പെടുത്താവുന്നത് എന്ന് പറഞ്ഞാൽ എന്നിന്റെ സ്ഥാനത്ത് 2, അതായത് 8 ഇലക്ട്രോണുകൾ. n = 3 എന്ന് പറഞ്ഞാൽ എം ഷെല്ലിനെയാണ് സൂചിപ്പിക്കുക. That is 2 × 3², 18 ഇലക്ട്രോൺ. n = 4 എന്ന് പറയുന്നത് n ഷെല്ലിനാണ്. n ഷെൽ എന്ന് പറഞ്ഞാൽ 2 × 4², that is 32 ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ അമൃത? അതെ. അതായത് ഒരു ബെഞ്ചിൽ ഉൾപ്പെടുത്താവുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ലിമിറ്റ് എന്നതുപോലെ ഒരു ഷെല്ലിൽ ഉൾപ്പെടുത്താവുന്ന ഇലക്ട്രോണുകൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32 എന്നിങ്ങനെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. അതെങ്ങനെ വന്നു എന്നാണ് പറഞ്ഞത്. ഒരു ക്ലാസ്സിൽ ഇത് തന്നെയാണ് അവസ്ഥ. ന്യൂക്ലിയസ് ഒരു അധ്യാപകനായി പരിഗണിച്ചാൽ അധ്യാപകനിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ബെഞ്ചുകളിൽ വിദ്യാർത്ഥികൾ കൂടിക്കൂടി വരും. ശരിയാണോ? അധ്യാപകനിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് വിദ്യാർത്ഥികളുടെ എണ്ണം പുറകിലേക്ക് പോകുമ്പോൾ കൂടിക്കൂടി വരും. കാരണം ഫസ്റ്റ് ബെഞ്ചിലൊക്കെ ആരും ഇരിക്കില്ല. പുറകത്തെ ബെഞ്ചിലൊക്കെ കിട്ടിയാണ് ഇരിക്കാൻ വേണ്ടിയിട്ട് സീറ്റൊക്കെ പിടിച്ചു വെക്കും. അത് തന്നെയാണ് ആറ്റവും ന്യൂക്ലിയസ് എല്ലാം ഒന്ന് തന്നെ. എല്ലാം നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആറ്റത്തിന്റെ പ്രശ്നം അത്. ഓക്കെ. അപ്പോ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന കൺസെപ്റ്റ് ക്ലിയർ ആയി. ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കാം.
ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്നറിയപ്പെടുന്നത്. KLMNO ഇവ അല്ലെങ്കിൽ ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. ഈ ആശയം കണ്ടെത്തിയത് നീൽസ് ബോർ ആണ്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം നഷ്ടപ്പെടുകയോ ലഭിക്കുകയോ ചെയ്യുന്നില്ല. ഓരോ ഷെല്ലിലെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതുകൊണ്ട് ഷെല്ലുകളെ ഊർജ നിലകൾ അഥവാ എനർജി ലെവൽസ് എന്നറിയപ്പെടുന്നു. KLMNO ഇവ ഷെല്ലിനെ സൂചിപ്പിക്കുന്നു. ഒരു ഷെല്ലിൽ ഉൾപ്പെടുത്താവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. KL 2, L 8, ML 18, NL 32 എന്നുള്ള രീതിയിലാണ് അറേഞ്ച്മെന്റ്. ഓക്കെ, ഒരു പോയിന്റ് കൂടെ എഴുതിക്കോളൂ. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് എഴുതും. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിൽ ഊർജം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിൽ ഊർജം വെരി ഗുഡ് ഉമ്മ. അൻസര വെരി ഗുഡ്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുമ്പോൾ ഷെല്ലുകളിൽ ഊർജം കൂടുവോ കുറയോ? കൃഷ്ണ വെരി ഗുഡ്. ആൻസറുകൾ അയക്കുന്നു. ഞാൻ ആൻസർ നോക്കുന്നില്ല, ഞാൻ പേരുകൾ നോക്കുന്നു. പ്രതികരിക്കാനുള്ള അവരുടെ ദീപ വെരി ഗുഡ്, അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. അശ്വതി, ശരൺ, അവന്തിക, നിഷ, സൽഫിയ. ഇതിൽ നിങ്ങൾ വലിയതായിട്ടൊന്നും ചിന്തിക്കണം. ഇവിടെ ഒന്നാമത്തെ ഷെല്ലിൽ നമുക്ക് രണ്ടാളാണ്. KL 2 ആണ്. എല്ലിലേക്ക് എത്തുമ്പോൾ 8 ആളായി. നോക്കണേ, 8 ആളായി. ML 18 ആയി, NL 32 ആയി. എന്റെ ചോദ്യം, 2 ആള്, 8 ആള്, 18 ആള്, 32 ആള് മനുഷ്യന്മാരെ സങ്കല്പിക്കും. മനുഷ്യന്മാർ എവിടെയായിരിക്കും ഊർജം കൂടുതൽ? വേറെ ഒന്നും ചിന്തിക്കണ്ട. ഫിസിക്സ് ചിന്തിക്കണ്ട, കെമിസ്ട്രി ചിന്തിക്കണ്ട. സിമ്പിൾ ആയിട്ടൊരു കൺസെപ്റ്റ് ഇങ്ങനെ ചിന്തിക്കും. 32 പേരുള്ള അടുത്ത്. യെസ്, ആരോ 18 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ അമ്മേ, 2-ലാണോ 8-ലാണോ 18-ലാണോ 32-ലാണോ? 32 കൂടെ ഞാൻ പറഞ്ഞു ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ സിമ്പിൾ ആയി ചിന്തിക്കുമ്പോ ആൾക്കാർ കൂടുതലുള്ള 32-ലാണ് ഊർജം അഥവാ എനർജി കൂടുതൽ. ശരിയല്ല ശ്രുതി? അതെ, കൂടുതൽ. അങ്ങനെയെങ്കിൽ ഈ ഒറ്റ പോയിന്റ് ഓഫ് വ്യൂ ഓർക്കൂ, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിൽ ഊർജവും കൂടുന്നു. സത്യം, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിൽ ഊർജവും കൂടുന്നു. ക്ലിയർ ആയോ? യെസ്, ഉറങ്ങി പലതും വീഴുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ. അവന്തിക, ആശ, അഞ്ജന. യെസ്, നോക്കൂ, നിങ്ങൾ സ്കൂളിൽ പോകുന്നവരാണ്. സ്കൂളല്ല, നിങ്ങൾ എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നവരാണ്. നിങ്ങൾ പഠിക്കാൻ പോകുന്നവരാണ് അല്ലെ? ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുന്നുണ്ട്. നിങ്ങളെല്ലാം ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നവരാണോ? അതെയാ? ഈ കൂട്ട് അല്ല, പല ക്ലാസ്സിലുണ്ട് അല്ലെ? യെസ്, എങ്കിലും നിങ്ങളുടെ കുറച്ച് സുഹൃത്തുക്കളെങ്കിലും ഇതിലില്ലേ? അമൃത ഇല്ലേ? മിഷ, നിങ്ങളെ കുറച്ച് സുഹൃത്തുക്കളെങ്കിലും നിങ്ങൾക്ക് അറിയാലോ. ആരും പരസ്പരം അറിയത്തില്ലേ? അറിയാം സാർ, ഉണ്ട്. അറിയാം. ഓ, കാസർഗോഡോ? ദീപയോ? കാസർഗോഡ് എവിടെയാ ദീപം? ടാറ്റ ഹോസ്പിറ്റൽ. ആഹാ, എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ശരി, ഓക്കെ, കഥകൾ പിന്നീട് കേൾക്കാം. അപ്പോ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോളൂ, പണ്ട് സ്കൂളിൽ പഠിച്ച് ചിന്തിച്ചോളൂ, അതേ രക്ഷയില്ല.
ഈ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില ആൾക്കാർ, ഞാനിവിടെ ഉണ്ട് കേട്ടോ, പെരിയലുണ്ട് കേട്ടോ, ഇപ്പൊ അറ്റ് പ്രസന്റ് പെരിയലാണ് ഞാൻ. ഓക്കെ, ഇത് പെരിയൽ സ്റ്റുഡിയോ ആണ്. സ്റ്റുഡിയോ അല്ല, എന്റെ അത്യാവശ്യം ഒരു റൂമാണ് പെരിയൽ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ കേസ്, നമ്മൾ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ചില ആൾക്കാരുണ്ടാവും ഫസ്റ്റ് ബെഞ്ചിൽ ആദ്യം വന്ന് കയറിയിരിക്കും. അവരാർക്കും ആ ഫസ്റ്റ് ബെഞ്ച് വിട്ടുകൊടുക്കൂല, ഇല്ലേ? ചിലരിനി എത്ര ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും അവരേറ്റവും പുറകത്തെ ബെഞ്ചിൽ കയറിയിരിക്കും. ശരിയല്ല? ഏറ്റവും പുറകത്തെ ബെഞ്ചിൽ കയറിയിരിക്കും. ചിലര് ജനലൊക്കെ നോക്കിയിരിക്കും ആദ്യം സീറ്റ്, ജനൽ സൈഡ്, വാതിലിന്റെ സൈഡ്, കാറ്റ് വരുന്ന സൈഡൊക്കെ പോയി. ചിലര് ഫാൻ നോക്കിയിരിക്കാറുണ്ട് സ്ഥാപനത്തിൽ, ഇല്ലെ? ചിലർ ഫാൻ നോക്കി ഇരിക്കും ഇരിക്കുന്ന സമയം. ചിലര് രണ്ടുപേരും ഒന്നിച്ചേ കാണും. ഒരാൾ വന്നിട്ട് മറ്റേ ആൾക്ക് ബാഗ് അവിടെ വെച്ചിരിക്കും, എന്നിട്ട് പറയും നീ ഇല്ലാതെ ഞാനില്ല, ഞാനില്ലാതെ നീയില്ല, നമ്മളില്ലാതെ ലോകമില്ല. ഇങ്ങനെയാണ് അർത്ഥം. നിങ്ങളെ ഓരോരാളെയും ആ ക്ലാസ്സിൽ കാണാൻ ഒരു പ്രത്യേക സാധ്യതാ മേഖലയുണ്ട്. പക്ഷെ നിങ്ങൾ അറിയാത്ത ഒരു വലിയൊരു രസകരമായ ഫാക്ടർ, ചിലർക്ക് എപ്പോഴും ഇരിക്കുന്ന സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പഠിക്കുന്ന ഈ കേസ് തന്നെ ആലോചിച്ചു. ആ, വെരി ഗുഡ് സെൽഫിയ. പഠിക്കുന്ന കേസ് തന്നെ ആലോചിച്ചു. നിങ്ങൾ എപ്പോഴും ഒരു സ്ഥലത്തിരുന്നിട്ടാണ് വായിക്കുക. ഇന്ന് അമ്മ പറയുകയാണെങ്കിൽ അവിടെ ഇരിക്കണ്ട, അപ്പുറം ഇരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു ബുദ്ധിമുട്ട് ഇല്ല. നിങ്ങളുടെ വീട്ടുകാർക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ സമയത്ത് ചൊവ്വാഴ്ച ദിവസം 8 to 10 ഞാൻ ഉണ്ടാവും. ആ ദിവസത്ത് നിങ്ങളെ ഇവിടെ കാണാനേ സാധ്യതയുള്ളൂ. വാട്ട് ഐ മീൻ, ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകളും തോന്നിയതുപോലെ കാണൂല. അവരെയൊക്കെ കാണാൻ ഒരു പ്രത്യേക സാധ്യതാ മേഖലയുണ്ട്. ഒന്നുമില്ല കേട്ടോ, നമുക്ക് കേഷനിൽ രണ്ടാളേ ഉള്ളൂ. ഇവര് ചിന്തിക്കാണ് നമ്മൾ രണ്ടാളേ ഉള്ളൂ, ഇന്ന് ഒന്നിച്ചിരിക്കാം. ഈ പരിപാടി ഒന്നും ആറ്റത്തിൽ നടക്കില്ല. ഇതൊക്കെ ജീവിതത്തിൽ ഇതൊന്നും ആറ്റത്തിൽ നടക്കില്ല. ആറ്റത്തില് ഓരോ ഷെല്ലിലുമുള്ള ആ ഇലക്ട്രോണുകളെ കാണാൻ പ്രത്യേക സാധ്യതാ മേഖലയുണ്ട്. അതിനെയാണ് ഓർബിറ്റലുകൾ എന്നറിയപ്പെടുന്നത്. ഓർബിറ്റൽ എന്ന് വിളിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇതിന്റെ ഇംഗ്ലീഷ് നാമം സബ്ഷൽ എന്നൊക്കെ ഗൈഡുകളിലെല്ലാം നടക്കുന്നുണ്ട്, അല്ലെ? സബ്ഷൽ എന്നൊക്കെ അതിന് ചെറിയൊരു കൺസെപ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാവും. ഓർബിറ്റ്. അപ്പൊ എന്താ ഓർബിറ്റ്? ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകളെ കാണാനുള്ള സാധ്യതാ മേഖല. The region around the nucleus where an electron is likely to be found. അഞ്ചന വരുന്നതോ ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതാ മേഖലയാണ് ഓർബിറ്റലുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അഞ്ചന പറഞ്ഞ പോയിന്റ് തന്നെ ആയിക്കോട്ടെ കേട്ടോ. അഞ്ചന പറഞ്ഞ പോയിന്റ് തന്നെ ആയിക്കോട്ടെ. എസ്, പി, ഡി, എഫ് ഇവ ഓർബിറ്റലുകളെ സൂചിപ്പിക്കുന്നു. എസ്, പി, ഡി, എഫ് ഇവ ഓർബിറ്റലുകളെ സൂചിപ്പിക്കുന്നു. എന്താണ് എസ്, എന്താണ് പി, എന്താണ് ഡി, എന്താണ് എഫ്? ഫുൾ ഫോം ആണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് എസ് എന്ന വാക്ക്? എന്തിന്റെ ഷോർട്ട് ഫോം ആണ് എസ്? ഷാർപ്പ്. വെരി ഗുഡ്. എസ്, ഷാർപ്പ് എന്ന സാധനം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് വിഷ്ണു, വെരി ഗുഡ്. എന്താണ് ഡി? ഞാൻ അവന്തികയെ പരിഗണിക്കുന്നു, അമൃതയെ പരിഗണിക്കുന്നു. പി? പ്രിൻസിപ്പൽ. വെരി ഗുഡ്, പ്രിൻസിപ്പൽ. ഡി? ഡിഫ്യൂസ്. വെരി ഗുഡ്. എഫ്? ഫണ്ടമെന്റൽ. വെരി ഗുഡ്. എന്റെ കാതുകളെ ഞാൻ വിശ്വസിച്ചോട്ടെ? തീർച്ചയായും. എസ് ഷാർപ്പ്, പി പ്രിൻസിപ്പിൾ, ഡി ഡിഫ്യൂസ്, എഫ് ഫണ്ടമെന്റൽ. ചിലത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടോ? ഇതെന്ത് മറിമായം, എനിക്ക് ഭ്രാന്തായതാണോ? വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. ഒന്നുമില്ല മക്കളെ, ഇതൊക്കെ അതിന്റെ ഷോർട്ട് ഫോം. ഷാർപ്പ്, പ്രിൻസിപ്പിൾ, ഡിഫ്യൂസ്, ഫണ്ടമെന്റൽ. ഇതിൽ നിന്നും വലിയ ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷെ എങ്കിലും ഒന്ന് ഓർത്തിരിക്കണം,
SPDF ആണ് ഓർബിറ്റൽ. അതിന്റെ പേരാണ് ഷാർപ്പ് ഡിഫ്യൂസ് പ്രിൻസിപ്പിൾ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. എങ്കിൽ ഞാൻ തൊട്ട് മുമ്പ് നിങ്ങളോട് പറഞ്ഞു, ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയാണ് ഓർബിറ്റ്, അല്ലെ? ഈ ഓർബിറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു എണ്ണം ഉണ്ടായിരുന്നു. അതേതാ? 2n² ആണ്, അല്ലെ? അതെ, 2n². എന്നാൽ ഒരു ഓർബിറ്റലിൽ ഉൾപ്പെടുത്താവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 2n. 2. അശ്വതി, വെരി ഗുഡ്. 2n. 2n. അല്ല, 2 എന്ന് മാത്രമേ ഉള്ളൂ. അമൃത, അവന്തിക, വിഷ്ണു, കണ്ണൻ, വെരി ഗുഡ്. 2 ഓർബിറ്റലിൽ ഉൾപ്പെടുത്താവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എന്താ കാര്യമെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ നോക്കൂ, ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഇലക്ട്രോണുകളെ കാണാൻ ഒരു സാധ്യതാ മേഖല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളിപ്പോ ക്ലാസ്സിൽ കാണുന്ന ഒരു സാധ്യതാ മേഖല എന്നുള്ളത് അത് SPDF എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. എസ് എന്ന് പറഞ്ഞ ഷാർപ്പ്, P പ്രിൻസിപ്പൽ, D ഡിഫ്യൂസ്, F ഫണ്ടമെന്റൽ. അതിനുശേഷം പറഞ്ഞ ഒരു ഓർബിറ്റലിൽ ഉൾപ്പെടുത്താവുന്ന പരമാവധി ഇലക്ട്രോണുകൾ 2. ഞാൻ പറയുന്നത് ശ്രദ്ധയോടുകൂടി സിമ്പിൾ ആണോ? ഒന്നുമില്ല. നോക്ക്, SPDF. SPDF പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപിക വരച്ചു തന്ന ഒരു ചിത്രമുണ്ട്. എസ് എന്ന് പറഞ്ഞാൽ 1 കോളം, പി എന്ന് പറഞ്ഞാൽ 3 കോളം, ഡി എന്ന് പറഞ്ഞാൽ 5 കോളം, എഫ് എന്ന് പറഞ്ഞാൽ 7 കോളം. 1, 3, 5, 7. നോക്കൂ, ഇവയെല്ലാം ഓർബിറ്റലുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഓർബിറ്റലുകൾ, അതായത് SP, D ഇവയെല്ലാം സബ്ഷെല്ലുകളാണ്. ഞാൻ പറഞ്ഞ ചെറിയൊരു വ്യത്യാസം അതുണ്ട്, പക്ഷെ നമ്മൾ അത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ടെന്ന SPDF എന്ന സബ്ഷെല്ലുകളിലെ ഓർബിറ്റലുകളാണ് ഞാൻ പറഞ്ഞത്. അതായത് എസ് എന്ന സബ്ഷെല്ലില് ഒരു ഓർബിറ്റല് മാത്രമേ ഉള്ളൂ. പി എന്ന സബ്ഷെല്ലിൽ 3 ഓർബിറ്റലുകൾ ഉണ്ട്. ഡി എന്ന സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുകൾ ഉണ്ട്. എഫ് എന്ന സബ്ഷെല്ലിൽ 7 ഓർബിറ്റലുകൾ ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയെങ്കിൽ മക്കളെ, നമ്മൾ തൊട്ട് മുമ്പ് ഒരു പോയിന്റ് എഴുതി വെച്ചു. ഒരു ഓർബിറ്റലിൽ ഒരു ഓർബിറ്റലിൽ ഉൾപ്പെടുത്താവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അങ്ങനെയല്ല എഴുതിയത്? അതെ. അപ്പൊ നോക്കുക, എസ് എന്ന് പറയുന്നത് ഒരു ഓർബിറ്റലാണ്. ദാറ്റ് മീൻസ് എസിൽ 2 ഇലക്ട്രോണുകളെയാണ് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പണ്ട് എവിടെയോ നിങ്ങൾ 1s2, 2s2, 2p6, 3s2 എന്നൊക്കെ പഠിച്ചത്. എവിടെയൊക്കെ എസ് വരുന്നോ അവിടെയൊക്കെ 1ഓ 2ഓ മാത്രമേ വന്നിട്ടുള്ളൂ. ശരിയല്ലേ? അല്ലെ? ഒരാള് പോലും 1s3 പഠിച്ചിട്ടില്ല, ഒരാള് പോലും 1s5 പഠിച്ചിട്ടില്ല. കാരണം എസ് എന്ന് പറയുന്ന ഓർബിറ്റല് കുറച്ച് അഡ്വാൻസ് സെക്ഷൻ ആണ്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. അഡ്വാൻസ് എന്ന് തോന്നിക്കത്തേ ഉള്ളൂ, ഇതൊന്നുമില്ല. ഇവിടെ 2 ഇലക്ട്രോണുകളാണ്. എങ്കിൽ പി എന്ന് പറയുന്ന സബ്ഷെല്ല് 3 ഓർബിറ്റലുകളാൽ നിർമ്മിതമാണ്. ഈ പിയിൽ ഓരോ ഓർബിറ്റലും ഈ 2 വെച്ച് 3, 6 ഇലക്ട്രോണുകൾ ഉൾപ്പെടുത്താം. അപ്പോ പി സബ്ഷെല്ലിൽ ഉൾപ്പെടുത്താവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ചോദിച്ചാൽ 6. അതാണ് പണ്ട് 1s2, 2s2, 2p6 എന്ന് പഠിച്ചത്. മനസ്സിലാകുന്നു? യെസ്.
യെസ് സാർ അത് ഒന്നും കൂടി പറയാമോ? തീർച്ചയായിട്ടും മക്കളെ. എസ്, പി, ഡി, എഫ് ഇവയെല്ലാം ഓർബിറ്റലുകളാണ്. എന്താണ് ഓർബിറ്റലുകൾ എന്ന് ഞാൻ പറഞ്ഞു. ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്ന വരുന്നതോ ഇലക്ട്രോണുകളെ കാണാനുള്ള സാധ്യതാ മേഖലയാണ് ഓർബിറ്റൽ. നിങ്ങൾ മനസ്സിലാക്കണം, എസ് എന്ന് പറയുന്ന ഈ സബ്ഷെല്ലിൽ, എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിന് ഒരു ഓർബിറ്റൽ ഉണ്ട്. പിക്ക് 3, ഡിക്ക് 5, എഫിന് 7. അതായത് 1, 3, 5, 7. വെറുതെ ഒറ്റ സംഖ്യ മാത്രം ഓർക്ക്. 1, 3, 5, 7 എന്നിങ്ങനെയാണ് ഓർബിറ്റലുകളുടെ ക്രമീകരണം. എസ് സബ്ഷെല്ലിൽ ഉൾപ്പെടുത്താവുന്ന, അല്ലെങ്കിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് വെച്ചാൽ എസിൽ ഒരു ഓർബിറ്റലേ ഉള്ളൂ. പി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് വെച്ചാൽ പിയിൽ 3 ഉള്ളൂ. ഡിയിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞാൽ 5 എണ്ണേ ഉള്ളൂ, എഫിൽ 7 എണ്ണേ ഉള്ളൂ. അത് കൂടാതെ സാറ് പറഞ്ഞു, ഒരു ഓർബിറ്റലിൽ 2 പേർക്ക് ഇരിക്കാം. മക്കളെ, ഒരു സീറ്റ് അല്ലെങ്കിൽ ഒരു ഓർബിറ്റലിൽ 2 ആൾക്ക് ഇരിക്കാനുള്ള യോഗ്യതയുള്ളൂ. അപ്പൊ 2 പേരായതിനാൽ എസ് എന്ന് പറയുന്നത് ഒരു ഓർബിറ്റലാണ്, അപ്പൊ 2 ആൾക്ക് ഇരിക്കാം. പി എന്ന് പറയുന്നത് 3 ഓർബിറ്റലാണ്, അപ്പൊ 1, 2, മറ്റേത് 2, ഇതിൽ 2, 3, 2, 6. ഡി എന്ന് പറയുന്നത് 5 ഓർബിറ്റലാണ്. ഈ 5 ഓർബിറ്റലിലും കൂടി ഈ 2 പേരെ വെച്ച് എത്ര പേരെ ഇരുത്താം? 10. 10. എഫിൽ 7ആണ്. 7ൽ ഈ 2 എണ്ണം വെച്ച് എത്ര പേരെ ഇരുത്താം? 14. എന്നോട് ചോദ്യം ചോദിച്ച ആൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായോ? ഓ, മനസ്സിലായി. അതിലൊരു സംതൃപ്തി പോരാ എനിക്ക്. ഇല്ല സാർ, അങ്ങനെയില്ല. എന്നുവെച്ചാ എനിക്ക് മലയാളം ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട്. അതുകൊണ്ടാ. ഒരു കുഴപ്പമില്ല. നിമ്നലിഖിത बातों में उत्तर लिखिए, नीचे दिए ऑर्बिटों में വേണ്ട, ഞാൻ വിടും. അപ്പോ ഇവിടെ ഇത്രയേ ഉള്ളൂ മക്കളെ, പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സിമ്പിൾ ആയ കൺസെപ്റ്റുകളാണ്. ഭാഷ ഞാൻ പറഞ്ഞു, അതൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും ചിലർക്ക്, അങ്ങനെ പഠിച്ചു വന്നവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരും. എങ്കിലും മനസ്സിലാക്കുക, അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഇലക്ട്രോണിക്സ് പഠിപ്പിക്കുമ്പോഴാണ്. നമ്മൾ ഒരുപാട് തെറ്റുന്ന സാധനമാണ്. രസമാണ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പിള്ളേരുടെ പരിപാടി. നൈസർഗിക അർദ്ധചാലകവും ആഗന്തുക അർദ്ധചാലകവും കേട്ടിട്ടുണ്ടോ? എന്താ? വൈദ്യുതി കടത്തിവിടുന്നതിനനുസരിച്ച് വസ്തുക്കളെ 3ആയി തിരിക്കാം. ചാലകങ്ങൾ, അർദ്ധചാലകങ്ങൾ, കുചാലകങ്ങൾ. വൈദ്യുതിയെ ഭാഗികമായി കടത്തിവിടുന്ന അർദ്ധചാലകങ്ങൾ. വെരി ഗുഡ്. അവയുടെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക്. ഇതിന്റെ മലയാള വാക്കുകളാണ് നൈസർഗിക അർദ്ധചാലകവും ആഗന്തുകമായ ആഗന്തുക. രസകരമായ മലയാളം വാക്കുകളുണ്ട്. പിന്നെ ലൈറ്റ് നിങ്ങൾക്കറിയാം, അപവർത്തനം, വിഭങ്കനം എന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകൾ എവിടെയൊക്കെ കേൾക്കുന്നത് നിങ്ങൾ കയ്യിൽ നിന്ന് പോകാറുണ്ട്. എല്ലാം സെറ്റാക്കാം. ശിവേട്ടൻ അവിടെ നിൽക്കട്ടെ. നോക്കൂ, എസ്, പി, ഡി, എഫ് ഇവയാണ് സബ്ഷെല്ല്. ഓർബിറ്റലുകൾ ഞാൻ വരച്ചു തന്നു. അവയിൽ ഉൾപ്പെടുത്താവുന്ന ഇലക്ട്രോണുകളും ഏകദേശം ക്ലിയർ ആയി. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ യെസ്, ഇവയുടെ ഒരു ആകൃതിയെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ചെറുതായിട്ട് ഇതിന്റെ ഒരു ആകൃതി ഒന്ന് ശരണ്യ, ചെറുതായിട്ട് മിഷ, അമൃത ഒന്ന് മനസ്സിലാക്കി. എസ് എന്ന് പറയുന്നതിന് ഒരാകൃതിയുണ്ട്. എന്താണ് എസ് ഓർബിറ്റലിന്റെ ആകൃതി എന്ന് ചോദിച്ചാൽ പറയാം, സ്ഫെറിക്കൽ അഥവാ ഗോളാകൃതി എന്ന് പറയുന്നത്. എസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ അഥവാ ഗോളാകൃതി. ടി എന്ന് പറയുന്നതിന് ഡംബൽ. വെരി ഗുഡ്. ടി എന്ന് പറയുന്നത് ഡംബൽ. വെരി ഗുഡ്. ലക്ഷ്മി, അശ്വതി, ശരണ്യ, വെരി ഗുഡ്. ദീപ, അമൃത. ദീപ പെട്ടെന്ന് പേരൊക്കെ മാറ്റി. ഡി ബ്രോ, എന്താ ഡിയുടെ ഷേപ്പ്? ഡബിൾ ഡംബൽ. വെരി ഗുഡ്. ഡബിൾ ഡംബൽ. ആരൊക്കെ അമ്മേനെ പഠിപ്പിക്കാനൊന്നും സമ്മതിക്കുന്നില്ല? ഞാൻ എല്ലാരും കാണുന്നുണ്ട് കേട്ടോ ഇന്ന്. അമ്മേനെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ഡബിൾ ഡംബൽ. അപ്പൊ എസ് എന്ന് പറയുന്നത് ഗോളാകൃതിയാണ്, പിക്ക് ഡംബലാണ്, ഡിക്ക് ഡബിൾ ഡംബൽ. ക്ലിയർ അല്ലേ? എസ് എന്ന് പറയുന്നത് ഗോളാകൃതിയാണ്, പിക്ക് ഡംബലാണ്, ഡബിൾ ഡംബലാണ് ഡിക്ക്. ഓക്കെ,
യെസ്. എഫ് റിംഗ് ഒരു റിംഗ് സ്ട്രക്ചർ അല്ലേ? ചിലർ അന്നത്തെ പീരീഡ് സ്കൂളിൽ പോയില്ല, അന്ന് പനിയായിരുന്നു, ബാക്കിയെല്ലാം ഏകദേശം ഓർമ്മയുണ്ട്. ഒരു പ്രത്യേകിച്ച് ഈ ഷേപ്പിന് ഒരു പേര് നൽകാനില്ല മക്കളെ. അതായത് എഫ് ഓർബിറ്റലിന്റെ ഷേപ്പിന് ഒരു പ്രത്യേകിച്ച് ഒരു നാമകരണം ഇല്ലാത്ത സാരം, ഒരു നാമകരണമില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാവാറുണ്ട്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, 2 ഉഴുന്നുകടയുടെ ഉള്ളിലൂടെ ഒരു ഏത്തയ്ക്കപ്പം കുത്തി നിറച്ച് താഴേക്കിട്ട ഒരു മാതൃക ഇതിലുണ്ടാവും. ആ ഒരു മാതൃക ചിന്തിക്കാം. പിന്നെ ഞാനന്ന് എക്സാമ്പിൾ പറഞ്ഞു തരേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഷേപ്പ് അതിനുണ്ട് എന്ന് മനസ്സിലാക്കാം. പക്ഷെ അതിന് പേരൊന്നുമില്ല. അതുകൊണ്ട് ബാക്കിയുള്ളത് ഓർത്താൽ മതി. എസ് ഗോളാകൃതി, പി ഡംബൽ, ഡി ഡബിൾ ഡംബൽ, എഫിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല. അപ്പൊ ഓർബിറ്റലുകളെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ ഈ ഓർബിറ്റലുകൾ അതിലെ ക്ലിയർ ആയില്ലേ? സ്കോളേഴ്സ് അതങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. കുറച്ച് അഡ്വാൻസ് നമ്മൾ പഠിക്കുമ്പോഴേക്കും അങ്ങനെ പറയാറുണ്ട്. 3 ഡയമെൻഷണൽ വ്യൂ ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് ശരി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെയെങ്കിൽ ഈ ഓർബിറ്റൽ എന്ന കൺസെപ്റ്റിന് മാത്തമാറ്റിക്കലി ഒരു ഡെഫിനിഷൻ നൽകിയ ശാസ്ത്രജ്ഞനാണ്. മാത്തമാറ്റിക്കലി ഇത് പ്രൂവ് ചെയ്തതാണ്. ഈ കൺസെപ്റ്റ് ആദ്യം കെമിസ്ട്രിക്ക് സംഭാവന ചെയ്തതാരും മാത്തമാറ്റിക്കലി. മാത്തമാറ്റിക്കലി ഈ കൺസെപ്റ്റ് കെമിസ്ട്രിക്ക് നൽകിയത് ഓർബിറ്റൽ എന്ന കൺസെപ്റ്റ് മാത്തമാറ്റിക്കലി കെമിസ്ട്രിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഷ്രോഡിഞ്ചർ ആണ്. ഷ്രോഡിഞ്ചർ. എന്നാൽ അല്ല മക്കളെ, റൂൾ അല്ല ഞാൻ പറഞ്ഞത്. അത് നമ്മൾ വരും. അടുത്തത് അതിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും സ്കൂൾ 1S 2S 2P 3S 3P 3P ഇങ്ങനെ വെട്ടിക്കളിച്ച കളിയൊക്കെ ഓർമ്മയുണ്ടോ? പണ്ടത്തെ വെട്ടിക്കളി. അധ്യാപകർ വരാൻ വഴി മുമ്പോ 0 വെട്ടിക്കളിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഒരു വെട്ടിക്കളി കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്നു. അതാണ് എന്റെ അടുത്ത സെക്ഷൻ. ഓക്കെ, അപ്പൊ അതിലേക്ക് വരാം നമുക്ക്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് മാത്തമാറ്റിക്കലി ഒരു ഡെഫിനിഷൻ, മാത്തമാറ്റിക്കലി ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞത് ഷ്രോഡിഞ്ചർ ആണ്. എന്നാൽ ഇതിന് കറക്റ്റ് ആയിട്ട് ഒരു ഡെഫിനിഷൻ നൽകാൻ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ വഴി സാധിച്ചു. അപ്പൊ ചോദിക്കാം, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വഴി ഓർബിറ്റലിന് വ്യക്തമായ ഡെഫിനിഷൻ നൽകിയത് ആരായിരിക്കും? നേരത്തെ പറഞ്ഞു തന്നെയാണ് ഞാൻ. വെരി ഗുഡ്, ഹെയ്സൻബർഗ്. തെറ്റല്ല മോളെ, സത്യമായിട്ട് ഹെയ്സൻബർഗ് ആണ്. തെറ്റല്ല. എടാ മൈക്രോ ഓക്കെ ഹെയ്സൻബർഗ് ആണ്. ഇയാളാണ് നമ്മളെ ആര്യമ്മയെ പഠിപ്പിക്കാത്ത അല്ലേ? ഹെയ്സൻബർഗ്. ഓ കുഴപ്പമൊന്നുമില്ലടോ, എന്തോ ബുദ്ധിമുട്ടിരിക്കുന്നു. ഓക്കെ, അതൊക്കെ രസമാണ്. എന്തൊക്കെ വിറ്റുകൾ കേൾക്കാറിയും പഠിപ്പിക്കുമ്പോഴാണ് അതിന്റെ രസം. യെസ്, കൊച്ചിനെ കണ്ണുരുട്ടി പേടിപ്പിക്കൊന്നും വേണ്ട, സാധാരണ. ശരി, അപ്പൊ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വഴി ഇതിനൊരു വിശദീകരണം നൽകിയത് ഹെയ്സൻബർഗ് ആണ്. എന്നാൽ ഇതിന് മാത്തമാറ്റിക്കലി ഒരു ഡെറിവേഷൻ നൽകിയത്, അതിന്റെ ഡെറിവേഷൻ നമ്മൾ ആദ്യമായി മാത്തമാറ്റിക്കലി നൽകിയത് ആര്? ഇർവിൻ ഷ്രോഡിഞ്ചർ എന്ന് പറയുന്ന വ്യക്തിയാണ്. ക്ലിയർ അല്ലേ? ഇനി ഒരു ചെറിയ കൺസെപ്റ്റ് കൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ഈ പഠിച്ചതൊക്കെ ശരിയാണോ എന്ന് ഇപ്പൊ തിരിയും. നോക്കൂ, അതോടുകൂടി നമുക്ക് നിർത്താം കേട്ടോ. n = 1. ഏത് ഷെല്ലായിരുന്നു ഓർമ്മയുണ്ടോ? n = 1 ഏത് ഷെല്ലായിരുന്നു? K ഷെല്ല്. ഓക്കെ, എടാ ഈ മക്കളെ ഈ K ഷെല്ല് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരൊറ്റ പറയുന്നത് നമുക്ക് ചെറിയ കൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാം. ഒറ്റ മിനിറ്റ് ഒന്ന് ആലോചിക്കട്ടെ. നോക്ക്, K ഷെല്ലിൽ
എസ് എന്ന് പറയുന്ന ഒരു സബ് ഷെല്ല് മാത്രമേ ഉണ്ടാവും. ക്ലിയർ ആണോ? എൽ ഷെൽ എന്ന് പറയുന്നതിൽ എസും പിയും ഉണ്ടാകാം. ഓക്കെ അല്ലേ? ശരണ്യ, ഇത് ഏത് എസ് ആണ് പറഞ്ഞ? തിരിഞ്ഞ എസ് ആണോ അല്ല മോളത്തെ എസ് ആണോ താഴത്തെ എസ് ആണോ എന്താ? തിരിഞ്ഞ എസ് ആണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. എൽ എന്ന് പറഞ്ഞാൽ എസും പിയും ഉണ്ടാവും. നോക്കൂ, എം ഷെൽ എന്ന് പറഞ്ഞാൽ എസും പിയും ഡിയും ചേർന്നതാണ്. എൻ ഷെൽ എന്ന് പറഞ്ഞാൽ എസ് പി ഡി എഫ് ഇത് 4 ചേർന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? കെ എന്ന് പറഞ്ഞാൽ അതിൽ എസ് മാത്രമേ ഉണ്ടാവും. എൽ എന്ന് പറഞ്ഞാൽ അതിൽ എസും പിയും ഉണ്ടാവും. എം എന്ന് പറഞ്ഞാൽ എസും പിയും ഡിയും ഉണ്ടാവും. എൻ എന്ന് പറഞ്ഞാൽ എസും പിയും ഡിയും എഫും ഉണ്ടാവും. ഓക്കെ, ഇത് ഓർമ്മയിൽ ഉണ്ടാവട്ടെ. എൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ല്, ഇത് കെ ഷെല്ല്. അതായത് ഈ കെ ഷെല്ലിൽ എന്ത് മാത്രമേ ഉണ്ടാവൂ എന്ന് ഞാൻ പറഞ്ഞേ? ഓർമ്മയുണ്ടോ? എസ്. അതായത് ഇതിൽ ഒരെസ് മാത്രമേ ഉണ്ടാവൂ. എസ്സിൽ എത്ര ആൾ ഉൾപ്പെടുത്താം മക്കളെ? എത്ര ഇലക്ട്രോണുകൾ ഉൾപ്പെടുത്താം എസ്സിൽ? 2. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത് കെയിൽ 2 ഇലക്ട്രോൺ. ഓക്കെ, ഞാൻ അടുത്തത് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് കൂടെ എഴുതിയിട്ട് ഞാൻ പറയും. N is equal to 2 ഏത് ഷെല്ലാണ്? എൽ ഷെൽ. എൽ ഷെൽ. എല്ലിൽ ഏതൊക്കെ വരുമെന്ന സാറ് പറഞ്ഞത്? എസും പിയും. അതായത് 2എസും 2പിയും. എസിൽ എത്ര എണ്ണം പറ്റും? 2. പിയിൽ എത്ര എണ്ണം പറ്റും? 6. മൊത്തം പറ്റും. അങ്ങനെയാണ് എൽ ഷെല്ലിൽ 8 വന്നത്. ഇനി ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നോക്ക്, ഇങ്ങോട്ട് നോക്ക്. N is equal to 1 എന്ന് പറഞ്ഞാൽ കെ ഷെൽ. ഇത്രയും ഓക്കെയാണോ? ഇപ്പൊ കെ ഷെൽ എവിടെയുണ്ട്? അവിടെ കിടക്കട്ടെ. ഇത്രയും ഓക്കെയാണോ? ഈ കെ ഷെല്ലിൽ ഒരു എസ് മാത്രമേ ഉണ്ടാവൂ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു കെ ഷെല്ലിൽ എസ് മാത്രം. അപ്പൊ എസ് മാത്രം എസിൽ 2 എണ്ണേ പറ്റൂ. അതുകൊണ്ട് കെയിൽ 2. എന്നാൽ N is equal to 2 ഈ 2 ഇവിടെ എഴുതുന്നത് കേട്ടോ. N is equal to 1 ആ 1 ഇവിടെ എഴുതി. N is equal to 2 എന്ന് പറയുമ്പോൾ 2s 2p. എസിൽ 2 എണ്ണം പറ്റും, പിയിൽ 6 എണ്ണം പറ്റും. അങ്ങനെ 8 എണ്ണം ഉണ്ടാവണം. എൽ ഷെല്ലിൽ 8 എണ്ണം ഉണ്ട്. തെറ്റിയിട്ടില്ല, കെമിസ്ട്രിക്ക് തെറ്റിയിട്ടില്ല. N is equal to 3 ഏത് ഷെല്ലാ? എം. ഏതൊക്കെ ഉണ്ടാവും? SPD. SPD. എന്ത് SPD ആയിരിക്കും? 3s 3p 3d. കാരണം N3 വന്നു. അപ്പൊ 3s 3p 3d വന്നു. നോക്കൂ, മൈക്ക്. എസിൽ 2, പിയിൽ 6, ഡിയിൽ 10. എത്ര എണ്ണം വരുന്നുണ്ട്? 18. എമ്മിൽ 18 വരുന്നുണ്ടോ? വരുന്നുണ്ട്. N is equal to 4. That is N shell. That is 4s 4p 4d 4f. 2 6 10 14 14 10 24 ഇങ്ങനെയാണ് ഇന്ത്യ ഉണ്ടായത്. കാര്യം മനസ്സിലായോ? അല്ല, അത് ചുമ്മാ കെയിൽ 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32 എന്ന് പറഞ്ഞുണ്ടായതാണ്. ഇവയ്ക്കൊക്കെ വ്യക്തമായ കെമിസ്ട്രി ഉണ്ട്. ഇവയ്ക്കൊക്കെ വ്യക്തമായ രസതന്ത്രമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ ഈ ശാഖ രസകരമാണ്. ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് പൂർണ്ണമാക്കാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞ ചില കൺസെപ്റ്റുകളൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് കൊണ്ടുതരാം. പക്ഷെ ഞാൻ അധികം നിങ്ങൾ പറഞ്ഞ ഹൺസ് റൂളിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം അത് പീരിയോഡിക് ടേബിൾ പറയുമ്പോൾ പറയേണ്ട കാര്യമാണ്. കാരണം എന്നാലേ ഗ്രൂപ്പും പീരീഡും ബ്ലോക്കും നിങ്ങൾക്ക് കത്തും. അതായിട്ടില്ല, വരും. നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, എല്ലാം നിങ്ങളുടെ ക്ലാസ്സിൽ വരും. ധൈര്യത്തിലിരിക്കുക. സോ ദിസ് ഇസ് ദ വെരി ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദിസ് സെക്ഷൻ. ആദ്യം ഇന്ന് പഠിപ്പിച്ച സെക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, വിട്ട് കളയുന്നത്.
നന്നായിട്ട് പഠിക്കുക. ജനുവരി മാസം 11-ാം തീയതി എന്ന ഇന്നത്തെ രാത്രിയും പൂർണ്ണമാകുമ്പോൾ ജീവിതത്തിൽ നിന്ന് മറ്റൊരു കറുത്ത രാത്രി കൂടി കടന്നുപോയില്ല. എന്തെങ്കിലും കിട്ടിയെന്ന ഒരു ആത്മസംതൃപ്തിയോടുകൂടി, ഒരു ചെറിയ സന്തോഷത്തോടുകൂടി, ആ സന്തോഷം നിങ്ങളുടെ മുഖത്ത് പ്രകടമാകുന്നുവെങ്കിൽ ആ സന്തോഷമാണ് എന്നെ വളർത്തുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റട്ടെ. നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. ജോലിയൊക്കെ കിട്ടും, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. ജോലിയൊക്കെ കിട്ടും, സുഖമായിട്ട് കിട്ടും. കാലം ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അനുകൂലമായി വരും. അന്ന് നമ്മൾ ഈ കൊച്ചിനെ എടുത്തിട്ടും ഭക്ഷണം കഴിക്കാതെയും കഷ്ടപ്പെട്ടും ഇരുന്ന് പഠിച്ചതിന് ഒരു വില പ്രപഞ്ചം അല്ലെങ്കിൽ സത്യത്തിന് ഒരു വില നിങ്ങൾക്ക് തിരിച്ചു നൽകും. എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുകൊണ്ട് ധൈര്യത്തിലിരിക്കുക. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി മാത്രം വിടവാങ്ങുന്നു. ഗുഡ് നൈറ്റ്. വെൽക്കം. താങ്ക് യു സർ. വെൽക്കം. Yes.